വിനതീർക്കും വിനായകനെ. ഈയുള്ളവന്റെ രാഷ്ട്രീയ ഭാവി ഇത്തവണയെങ്കിലും ഒന്ന് കരകയറ്റി തരണേ. ഒരേ ഒരു പാർട്ടി ടിക്കറ്റ് എൻ്റെ ഒരു അപേക്ഷയാണ്. പഴവങ്ങാടി ഗണപതിക്ക് 1001 തേങ്ങ, കൊട്ടാരക്കര ഗണപതിക്ക് 1001 ഉണ്ണിയപ്പം. വിനായകനെ രക്ഷിക്കണേ. നേതാവേ, കിട്ടി. വല്ലതും പറഞ്ഞായിരുന്നോ? ഞങ്ങൾ ഇവിടെ ദൈവം കേട്ടു. പുറത്തുനിന്നാ? സോറി. ഈ ജമന്തിക്കര പഞ്ചായത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി നേതാവിനെ തെരഞ്ഞെടുത്തു. എപ്പോ? ഇപ്പോ. അതെങ്ങനെ തീരുമാനം അടുത്ത ആഴ്ച അറിയിക്കാമെന്നല്ലേ കൈമൾ സാർ പറഞ്ഞത്? ഏതായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിക്കരുത്, അപകടമാ. എന്തപകടം? കൈമൾ സാർ ഇപ്പൊ പാർട്ടി മീറ്റിംഗിലാ. അവിടെ നമ്മുടെ പാർട്ടിയിലെ കരിങ്കാലികൾ പലരും ഉണ്ട്. അവരിപ്പോ ഇത് അറിഞ്ഞാൽ നമുക്കൊരു യമണ്ടൻ പാര വീഴും. നേതാവ് ധൈര്യമായിട്ടിരി, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. ഇങ്ങനെ പുഞ്ചിരിക്കുന്ന നേതാവിന്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് വേണം. ബാനറും പോസ്റ്ററും ഒക്കെ അടിക്കണ്ടേ? പിന്നെ ഞാനിപ്പോ റെഡിയാക്കി തരാം. അവിടെ നിന്നേ. ജനലക്ഷങ്ങൾ നേതാവിനെ കൺകുളിർക്കൊന്ന് കാണാൻ ആലഞ്ചോട്ടിൽ കാത്തിരിക്കുകയാണ്. വേഗം വരണം നേതാവേ, വണ്ടി റെഡി. ഞാനിപ്പോ വരാം. ഇയാളെന്തോന്ന് എനിക്കറിയില്ല. ഇപ്പൊ ശരി, എന്നാ പോവാം. ഇതെന്താ ബോംബല്ല, തേങ്ങ. തേങ്ങ? വിളിദോഷം തീർക്കാൻ വേണ്ടിട്ടേ ആൽത്തറ ഗണപതിക്ക് ഒരു തേങ്ങ അടിച്ചിട്ട് ശുഭമായിട്ട് അങ്ങ് തുടങ്ങാം. ധീരതയോടെ നയിച്ചോളൂ. ജമന്തിക്കരയുടെ നേതാവേ, പത്രമായിട്ടുണ്ട്, പേടിക്കണ്ട. ഈ മഹിളാ മണികൾ അറിയില്ലേ? ഇവരാ നമ്മുടെ ശക്തി കേന്ദ്രങ്ങൾ. ഇത് കുളത്തിങ്കര രാധ, ഇത് KT ഗോമതി, ഗോമതി കരിക്കാട്ട് ഗോമതി എന്നറിയപ്പെടും. നേതാവേ, ഞങ്ങളെ കൈവിടല്ലേ. അയ്യോ, അതെങ്ങനെ വിടും? മതി, വിട്. ആൽത്തറ ഗണപതിക്ക് തേങ്ങ കൊടുക്കണ്ട. രാവിലെ വൈകുന്നേരം വിളിച്ചാ പോരെ? വൈകുന്നേരം അല്ല, രാവിലെ കൊടുക്കുന്ന തേങ്ങയാണ്. തേങ്ങ പഠിച്ചു പോകും. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. എത്തി എത്തി. ഇതാണ് ആൽത്തറ അമ്പലം. ഇതാണ് ആലമലക്കി അമ്പലം. ഇനിയിപ്പോ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ വോട്ടർമാര് കണ്ട എന്റെ രാഷ്ട്രീയ ഭാവി. നിങ്ങളെ ഞാനും വരുന്നു. എന്റെ ഒരു വോട്ടാണ്, അറിഞ്ഞില്ല. ചക്കരേ, ഒരു 4 ആനമയക്കി. അണ്ണാ, ആനമയക്കൊക്കെ പണ്ട് ഇത് പുലി മയക്കി. എന്തെങ്കിലും ആവട്ടെ, കൊണ്ടുപോവാ. പുലിമയക്കി എന്താണ് ഒരു എലിയത്ത് നാറ്റം? എലിയല്ലാതെ പിന്നെ പുലിയുടെ കോണ. എലിയായാലും വേണ്ടില്ല, പുലിയായാലും വേണ്ടില്ല, തലയ്ക്കങ്ങോട്ട് പിടിച്ചാ മതി. എന്നാ പിടി. എന്തുവാടാ നോക്കിയിരിക്കുന്നേ? എടാ, നിനക്കൊന്നും മദ്യപിക്കാൻ അറിഞ്ഞൂടാ. ഈ മുളകെടുത്ത് ഈ ഉപ്പിലോട്ടൊന്നും മുക്കി ഒരൊറ്റ കടി, ഇതെടുത്ത് ഒരൊറ്റ കുടി. കണ്ട കണ്ട, ഇതാ അയ്യോ, ഇവിടെ ഇരുന്നവന്മാരോടെ പോയി. സാർ ഇറങ്ങിയാല് വാളും പരിചയമൊക്കെ എടുത്തോ. കേസ് കെട്ടുകളും കിടുതാപ്പുകളൊക്കെ എടുത്തോന്ന്. അതൊക്കെ എടുക്കാതിരിക്കും. എടുക്കുന്ന കാര്യമൊന്നും താൻ ഇങ്ങോട്ട് പറയണ്ട. കഴിഞ്ഞ മാസം തങ്കമണിയുടെ കേസ് കെട്ട് എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ താൻ എന്താ എടുത്തോണ്ട് വന്ന? തങ്കച്ചന്റെ കേസ് കെട്ട്. അത് ഞാൻ മറന്നിട്ടില്ല. അച്ഛനും മണിയും തമ്മിൽ മാറിപ്പോയി. തങ്കത്തിന് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ലല്ലോ. എടോ, ഞാൻ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് ആയിപ്പോയി. ഇല്ലെങ്കിൽ എന്റെ വായിലിരിക്കുന്ന വീണനാഥൻ താൻ കേട്ടേനെ. പാടോ പീറ ഗുമസ്ത. സ്ലോ മോഷനിൽ പോണ പോക്ക് കണ്ടില്ലേ? പീറ വക്കീല്. ആ ലക്ഷ്മണ വക്കീല് കോടതിയിൽ നിന്ന് കസറുമ്പോ മുട്ടുകാലടിച്ച് മുള്ളാനാണ് പോണതെങ്കിലും ബലം പിടുത്തത്തിന് ഒരു കുറവുമില്ല. മൈലോഡ്,
അമേരിക്കയിൽ ബോംബാക്രമണമെന്ന് കേട്ടാൽ ചാടിപ്പുറപ്പെടുകയും ഇന്നത്തെ കഞ്ഞിക്ക് അരിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുലുക്കവുമില്ലാതെ തിരിഞ്ഞു കിടക്കുകയും ചെയ്യുന്ന ഇയാളോടൊത്ത് ജീവിച്ച് എന്റെ കക്ഷി മടുത്തു. ഭാരത സ്ത്രീധൻ ഭാവശുദ്ധിക്ക് പ്രതീകമായ എന്റെ കക്ഷിയുടെ ദുരവസ്ഥ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ നിൽക്കുന്ന എന്റെ കക്ഷിക്ക് ഒരല്പം രാജ്യസ്നേഹം കൂടിപ്പോയതിൽ എന്തിനാണ് തെറ്റ്? ഭാവിയിൽ എന്റെ മാന്യ കക്ഷി കൊടിവച്ച കാറിൽ മാതൃകയായി ജനലക്ഷങ്ങളുടെ ഇടയിൽ വന്നിറങ്ങി ഇവളെന്റെ വളർച്ചയ്ക്ക് പിന്നിലെ ശക്തി സ്വരൂപിണിയായ സ്നേഹനിധിയായ ഭാര്യയാണെന്ന ആവേശത്തോടെ ജനങ്ങളോട് വിളിച്ചു പറയുമ്പോൾ ഭാര്യ എന്ന പട്ടം നിങ്ങൾ നിഷേധിക്കുമോ? കണ്ട ഈശ്വര, പ്രഹ്ലാദം പൊളിച്ചടക്കുമല്ലോ. ഈ സത്യവാനത് എവിടെ പോയി കിടക്കുക? തുടങ്ങിയെന്നോ? തീരാറായി. സാധനം കിട്ടിയോ? കിട്ടി. രാഷ്ട്രീയം എന്ന 5 അക്ഷരം ലക്ഷ്മണൻ സാറിന് കുടിച്ചിട്ടുള്ള ആളാണ് എന്റെ ഈ കക്ഷി. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഗോഡ്സെയും പോലെ രാജ്യസ്നേഹിയും മാന്യനും മഹാമനസ്കനുമായ എന്റെ കക്ഷിയെ വെറുതെ ഒരു മോശക്കാരനാക്കി മുദ്ര കുത്തരുതെന്ന് താഴ്മയായി ഈ കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. അഡ്വക്കേറ്റ് പ്രഹ്ലാദൻ ഗോഡ്സെയും കറകളഞ്ഞ രാജ്യസ്നേഹിയായി ചിത്രീകരിച്ചതുപോലെ ഭക്തവത്സരനെ അന്ധമായി വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷേ കള്ളം അതെത്ര ആഴക്കടലിൽ ഒഴുക്കിയാലും 7ാം തിരക്ക് കരക്കടിയും. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇയാൾ കറകളഞ്ഞ മദ്യപാനിയാണ്, ആഭാസനാണ്, സ്ത്രീലമ്പടനാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. അഡ്വക്കേറ്റ് ലക്ഷ്മണൻ കള്ളക്കഥ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. Objection sustained. You can proceed, Mr. Lakshman. അഡ്വക്കേറ്റ് ലക്ഷ്മണൻ വെറും വാക്കുകൾ പറയാറില്ല. സത്യം ലക്ഷ്മണന്റെ തെളിവുകൾ പറയും. എന്റെ പൊന്നു സാറേ, ഈ വക്കീല് കള്ളം പറയുക. ഞാൻ വെറും ഒരു സാധുവാ. എന്തോന്ന് തെളിവ്? തെളിവുകൾ എങ്ങനെ കള്ളം പറയും മിസ്റ്റർ ഭക്തവത്സലൻ? 1, ഇയാൾ ഒരു ലോക്കൽ ഷാപ്പിൽ മദ്യപിക്കുന്ന ദൃശ്യമാണ്. ഇതിൽ നിൽക്കുന്ന മട്ടും ഭാവവും കണ്ടാൽ ഇയാൾ ഒരു മുഴുക്കുടിയനാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. 2, ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ പല പ്രാവശ്യം അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവളാണ്. 3, ഇത് ഇയാളുടെ തന്നെ ഒരു സുന്ദര ചിത്രമാണ്. തല നരച്ച് കഷണ്ടിയാണെങ്കിലും ഈ ഫോട്ടോയിൽ നരയില്ല, കഷണ്ടിയില്ല. ഇയാൾ ഒരു ബ്രോക്കറുടെ കയ്യിൽ വിവാഹാലോചന കേൾപ്പിച്ചതാണ് ഈ ഫോട്ടോ. ഇതിനോടനുബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതി സമക്ഷം സമർപ്പിക്കുന്നു. തൊലഞ്ഞ് ഇവരുടെയും താലി മുറിയാൻ പോകുന്നു. മാലതി, എന്റെ വേദന കോടതി മനസ്സിലാക്കിയില്ലെങ്കിൽ നാളത്തെ പത്രത്തിന്റെ ചരമകോളത്തിൽ എന്റെയും 2 കുട്ടികളുടെയും ഫോട്ടോ ഉണ്ടാവും. കേട്ടല്ലോ. മൈ ലോർഡ്, വെറുപ്പോടെ ശത്രുതയോടെ ഒരു വീട്ടിൽ ഒരു മുറിയിൽ കഴിയേണ്ടി വരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വേർപിരിഞ്ഞ് 2 ധ്രുവങ്ങളിൽ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കൊല്ലണ്ട, അടുത്ത കേസിന് ഞാൻ ജയിപ്പിച്ചു തരാം. സാറിന്റെ വാദം കേട്ടപ്പോ ജഡ്ജിയുടെ കയ്യിലെ രോമമൊക്കെ എഴുന്നേറ്റ് നിന്നു. അതങ്ങനെ ജഡ്ജിയുടെ കോട്ടിന്റെ ഇടയിൽ കൂടെ കണ്ടാ? അല്ല, കോർട്ടിലെ ഫീലിംഗ് ഉണ്ടായിരുന്നു. ഫോൺ. ഹലോ, അഡ്വക്കേറ്റ് ലക്ഷ്മൺ സ്പീക്കിംഗ്. അതെ. അഡ്വക്കേറ്റ് ലക്ഷ്മണന് കിരീടത്തിൽ ചൂടാൻ ഒരു പൊൻതുകൾ കൂടി. യെസ്. പക്ഷെ ഇത് പറയാൻ നിങ്ങൾ ആരാണ്? കുറെ നാളായല്ലോ ഇങ്ങനെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളുടെ ഒരു ആരാധിക. ആരാധിക്കാൻ ഞാൻ ദൈവമൊന്നുമല്ല. പിന്നെ ഈ പുകഴ്ത്തൽ പണ്ടേ എനിക്കിഷ്ടമല്ല. മേലിൽ എന്നെ ശല്യം ചെയ്യരുത്. പിന്നെ ഒരു കാര്യം, ഒരു മിനിറ്റ് സാറിങ്ങ. കുട്ടി വിഷമിക്കരുത്. സാറ് വളരെ ബിസി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റാ. അദ്ദേഹത്തിന് ഇതിനൊന്നും ഒട്ടും സമയമില്ല. എനിക്കാണെങ്കിൽ ഒരുപാട് സമയമുണ്ട്. എന്നെ എപ്പോ വേണമെങ്കിലും വിളിച്ചോളൂ. എന്റെ ഫോൺ നമ്പർ 944. അവള് കട്ടാക്കിയല്ലേ? അല്ല, അവളെ ഞാൻ സാർ, കൈയെടുത്ത് കുമ്പിടുന്ന ദൈവങ്ങളൊന്നും
എന്റെ വിളി കേട്ടില്ല. എന്നെ രക്ഷിച്ചത് സാറാ. ഇതിന് പകരമായി ഞാൻ എന്താ സാറിന് തരേണ്ടത്? ഇത് ഈ കാലഘട്ടത്തിന്റെ ഡൈവോഴ്സ് സ്പെഷ്യലിസ്റ്റ് അഡ്വക്കേറ്റ് ലക്ഷ്മണൻ ലേഡീസ് ഉണ്ട്. മാലതി ഇന്നു മുതൽ സ്വതന്ത്രയാണ്. ഒരു പുരുഷ ശക്തിക്കും ഇനി നിങ്ങളെ തളച്ചിടാനാവില്ല. പുരുഷന്റെ സഹായമില്ലാതെ എത്രത്തോളം ഉന്നതങ്ങളിലെത്താമെന്ന് മാലതിയുടെ ഭാവി ജീവിതം കൊണ്ട് സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം. സാറ് പറയുന്ന വലിയ വാക്കൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല. എന്റെ കുട്ടികളെ പട്ടിണിക്കിടാൻ വയ്യ സാറേ. സാറിന്റെ കയ്യില ഇനി എന്റെ ഭാവി. മാലതി ധൈര്യമായിട്ടിരിക്കും. നിങ്ങളെപ്പോലുള്ള സ്ത്രീ സമൂഹത്തിന് മുന്നോട്ടുള്ള ജീവിതം വഴിമുട്ടി നിന്നാൽ ഇന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. എന്റെ ലേഡീസ് ഒള്ളി എന്ന അച്ചാർ കമ്പനിയുടെ വാതിൽ ഏത് പാതിരാത്രിയിലും സ്ത്രീവർഗത്തിന് വേണ്ടി തുറന്നു തന്നെ കിടക്കും. മാലതി ഇന്നു മുതൽ ലേഡീസ് ഒള്ളി അച്ചാർ കമ്പനിയിലെ ഒരു അംഗമായി കഴിഞ്ഞു. പിന്നെ ഭർത്താവില്ലെന്ന് കരുതി വിഷമിക്കണ്ട. മാലതിക്ക് ഞാനുണ്ട്, ഒരു കൂടപ്പുറപ്പായിട്ട്. അങ്ങനെ തന്നെ കാണാവൂ. ഇതാണ് ഡിഗ്രി ഗോവിന്ദൻ. കമ്പനിയിലേക്കുള്ള പുതിയ വെറും 3ാം ക്ലാസ്സുകാരനാണെങ്കിലും ആശാൻ പേരിൽ ഡിഗ്രിക്കാരൻ. ഇത് ബ്രോക്കർ സത്യവാൻ. ഇയാളുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമാണ് ഈ ഡൈവേഴ്സ്. എവിടെ വല്ലി? ഇവൾ പങ്കജവല്ലി, സത്യവാന്റെ സഹധർമ്മിണി. എന്തിനും ഏതിനും സത്യവാനോടൊപ്പം ഇവളും ഉണ്ടാവും. ഇത് ലക്ഷ്മണരേഖ. ഇത് കടന്നാൽ വിവാഹം കഴിഞ്ഞ ഏതൊരു സ്ത്രീക്കും താലി വാഴില്ലെന്നാണ് പ്രമാണം. ഈ ലക്ഷ്മണരേഖ കടന്നു കഴിഞ്ഞാല് ഈ സത്യവാന്റെ സീതയെ പണ്ടത്തെ പോലെ രാവണൻ തട്ടിയെടുക്കും. കേറി കേറി, നീ കേറി കേറടി. കളിച്ച് കളിത്തട്ടുകാരനോട് നിന്റെ കളി. അവക്ക് കാശ് ഞാൻ കൊടുത്തോളാം. അയ്യോ, ഞാൻ ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കാശ് നീ കൊടുക്കുന്ന എന്റെ ഒരു ശരി. അതെ, ശരിയാവൂ. എവിടെ മാലതി? മാലതി, മാലതി. ഹലോ, സാറമ്മ സ്പീക്കിംഗ്. ആ, ശരി ലക്ഷ്മണ സാറേ. സാവിത്രി, വിമലേ, നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരാളെ എത്തിച്ചേരാൻ പോകുന്നു. തുടങ്ങിക്കോട്ടെ. അയ്യോ, എനിക്ക് സന്തോഷം കൊണ്ടങ്ങ് വയ്യ. ഇവിടെ വലത് വീല് വെച്ച്, അല്ല വലത് കാല് വെച്ച് ഇറങ്ങി വാ. ഇത് സാറാമ്മ, സ്ത്രീവർഗ ശക്തി സംസ്ഥാന സെക്രട്ടറിയും ലേഡീസ് ഉള്ളി അച്ചാർ കമ്പനിയുടെ നടത്തിപ്പുകാരി. അതാണ് അച്ചാറമ്മായി. പേടിക്കണ്ടാ. ഭർത്താക്കന്മാരുടെ സഹായം ഇല്ലാതെ ലോകത്തിന്റെ പടവുകൾ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട മഹിളകളുടെ കൂട്ടത്തിലേക്ക് ഇന്നു മുതൽ മാലതി. അങ്ങേക്ക് ഞങ്ങളുടെ കോടി കോടി പ്രണാമം. सारे जहां से अच्छा हिंदुस्तान हमारा हमारा सारे जहां से अच्छा सारे जहां से अच्छा.
എന്റെ അമ്മേ, അയ്യോ ഓടുവെന്നോ? നിങ്ങൾ കാട് തെറ്റി. ഞാൻ സത്യവാനല്ലേ? എന്നോട് കളിക്കരുത്, ഞാൻ മഹാപെസകയാണ്. അത് മോഹൻ കണ്ടാൽ അറിയാം പെസ കാണുന്നത്. എന്നെ ഓടിക്കരുത്, ഞാനൊരു പാവ. അങ്ങനെ ഒരു പെശക് തീർന്നു കിട്ടി. പോട്ടെ വണ്ടി. ജയ് ലേഡീസ്, ജയ് ലേഡി, ജയ് ലേഡീസ്. ജയ് ലേഡീസ്. സ്ത്രീ ദേവതയാണ്, അവൾ അമ്മയാണ്, കാമുകിയാണ്, ഭാര്യയാണ്, മകളാണ്. ഇത് മാത്രമല്ല സ്ത്രീ. ഝാൻസി റാണിയും ഇന്ദിരാഗാന്ധിയും സ്ത്രീകളാണെന്ന് നമ്മൾ ഓർക്കണം. പുരുഷവർഗത്തിന് ചവിട്ടി മെതിക്കാനുള്ളതല്ല സ്ത്രീ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ലേഡീസ്. ഇനി അവൻ രക്ഷപ്പെടില്ല. വെൽ ഡൺ. ആ പോവാം. പോവാം, പോവാം. മാറ്റ്. മാറ്റി. ആ ഇത് പിടിച്ചേ. ആ എന്തൊരു മാലയായത്. അയ്യോ ഉദ്ഘാടന സമയമായി. വേഗം ഉദ്ഘാടനത്തിനൊക്കെ ഇത്തിരി വൈകി ചെന്നാലേ വെയിറ്റ് ഉണ്ടാവുള്ളൂ. കൺട്രോൾ കിട്ടുന്നില്ല. അതിന് സാറ് രാവിലെ മദ്യപിച്ചോ? ഹലോ, ഡിഗ്രി ഗോവിന്ദൻ സ്പീക്കിംഗ്. നിങ്ങളാണോ ടിവിയിലും പത്രത്തിലൊക്കെ നിറഞ്ഞിരിക്കുന്ന അഡ്വക്കേറ്റ് ലക്ഷ്മണൻ? ലേഡീസ് ഒള്ളി. അതെ, പക്ഷെ കണ്ടാ പറയൂലട്ടോ ഒരു വശപ്പശക്ക് ലക്ഷണം. ഇതെന്നെ ചുമ്മാതിരിക്കുന്നുണ്ടോ? ഇതെന്റെ ഭാര്യ സുമലത, ഇവിടുത്തെ സിസ്റ്ററാ, സാറിന്റെ ഫാനാ. നമസ്കാരം. ഞാനടക്കം അവള് പെട്ടിയെടുത്ത് അങ്ങോട്ട് വരാനൊരുങ്ങും. ഒരു പരുവത്തിൽ അവളെ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നത്. ചുമ്മാ പറയുന്നു സാറേ. നിങ്ങളൊരു ഡൈവോഴ്സ് സ്പെഷ്യലിസ്റ്റ് അല്ലേ? ഞാൻ ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റാ. പണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതിവിദഗ്ധമായ 7 ഹാർട്ട് ഓപ്പറേഷൻ പൂർത്തിയാക്കി. പക്ഷേ പേഷ്യന്റ് 7 അടിച്ചുപോയി സാറേ. പിന്നെ അവിടെ നിക്കക്കള്ളിയിലുണ്ടായപ്പോ ഡോക്ടർ കുഴിത്തറ സുഖം MBBS ബോർഡ് കൊടുത്തുണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇതൊന്നും ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയില്ല കേട്ടോ. അപ്പോഴേ സാറിന്റെ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല, എനിക്ക് ഹാർട്ടേ ഇല്ല. ഹാർട്ടില്ലെന്നാ? ഇല്ലേ? അങ്ങനെയാണ് ശത്രുക്കൾ പറയുന്നത്. ആ പേഷ്യന്റ് എന്തോ ചോദിക്കുന്നു. സുമു, ആ പേഷ്യന്റ് പൈനാപ്പിൾ ജ്യൂസ് കൊടുക്കാൻ ടൈമായി. ചെല്ലു. ജ്യൂസ് വന്ന് ഇത് നന്നാക്കി തന്നെ ഇരിക്കട്ടെ. കടിക്കണം കടിക്കണം പന്നി. ഈ പേഷ്യന്റ് പിന്നെ എന്തോ ചോദിക്കുന്നു. ഇത്ര പെട്ടെന്ന് അകത്ത് കയറ്റിയ സുമലതേ, അടുത്ത ക്യാരറ്റ് ജ്യൂസ് കൊടുക്കൂ. രണ്ടും കൂടി മിക്സ് ആവാമോ? വീണ്ടും വിളിക്കുന്നു. ഇപ്പൊ വരാം.
ഇനി ഇപ്പൊ കുടിക്കണ്ട നേതാവേ, ഒന്നിനും രണ്ടിനും ഒക്കെ പോണോന്ന് തോന്നുന്നു. നേതാവോ? ആ, ഒരു ലോക്കൽ നേതാവ് ഭക്തവത്സലൻ. ഏതോ പരമനാരികൾക്ക് ഇപ്പൊ രൂപത്തിലാക്കി. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തരാന്നേ. ഡോക്ടറെ, ഇത് പണിയാവും. മുഖം കണ്ടിട്ട് ഇയാൾക്ക് 1നോ 2നോ പോണമെന്നാണ് തോന്നുന്നത്. അയ്യേ, അത് എന്നോട് പറഞ്ഞാ പോരെ. ഇപ്പൊ ശരിയാക്കി തരാം. ഇനിയും താമസിച്ചാ ശരിയാവൂല. അയ്യോ, അതിനെനിക്കൊന്നും പറ്റിയില്ലല്ലോ. നിറയെ ഫ്രൂട്ട്സ് ആണല്ലോ. സാറിന് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞങ്ങളെ ആര് നോക്കും? അതിനല്ലേ ഞാനുള്ളത്. അയ്യടാ, പോടെ കരിക്കട്ടെ. കരിക്കട്ടെ നിന്റെ അച്ഛൻ. ഞങ്ങളുടെ നെഞ്ചേരിന്ന് ഞങ്ങൾക്ക് അറിയും അല്ലേ? കരിക്ക് കുടിക്ക് സാറേ. കുടിക്ക്. സിസ്റ്റർ, സിസ്റ്റർ, കട്ടം മാറ്റരുത്. ആ മുഖം കണ്ടാൽ അറിയാം. കഴിഞ്ഞിട്ടില്ല. ആ സുമു, എന്താ ഡോക്ടർ? ജ്യൂസ് കൂടുതൽ കുടിച്ചിട്ടാവും. ഇന്നത്തേക്ക് എന്തായാലും കട്ട മാറ്റണ്ട. മതി. വേണ്ട, മതി. എനിക്ക് തൃപ്തിയായി. നിങ്ങളുടെ ഈ അഗാധമായ സ്നേഹത്തിന്റെ മുന്നിൽ എന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകുന്നു, അധരം വിതുമ്പിപ്പോകുന്നു. ഒരു ശക്തിക്കും ഇനി ലക്ഷ്മണനെ അധിക നാൾ തളച്ചിടാനാവില്ല. ഞങ്ങൾ ലക്ഷ്മണൻ വക്കീല് സുഖമായാൽ വെട്ടി വേലായുധ ഞങ്ങൾ നേർച്ചക്കാവടി എടുത്താളാമേ. ഈ നിൽക്കുന്ന ഡോക്ടർ സുഗുണൻ എത്ര ക്രൂരനും പിശാചിന്റെ അവതാരവുമാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇയാൾ നടത്തിയ 7 ഹാർട്ട് ഓപ്പറേഷനിൽ 7 പേരും കൊല്ലപ്പെട്ടത് അബദ്ധത്തിലല്ല. മനഃപൂർവ്വം സാഡിസ്റ്റായ ഈ പ്രതി കൊലപ്പെടുത്തി ആനന്ദിക്കുകയായിരുന്നുള്ള സത്യം ഒരിക്കൽ കൂടി കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എന്റെ കക്ഷി സുമലതയുടെ ജീവൻ രക്ഷയോർത്ത് ഈ ഡൈവേഴ്സ് എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇത് വിശ്വസിക്കരുത് യുവർ ഓണർ. എന്റെ കക്ഷി ഒരു പാറ്റയെ പോലും കൊന്നിട്ടില്ല. സത്യം. അമ്മേണ. ഓർഡർ. ഡോക്ടർ സുഗുണൻ ഒരു സാഡിസ്റ്റ് ആണെന്ന് ബോധ്യപ്പെട്ട ഈ കോടതി സുമലതയ്ക്ക് ഡൈവോഴ്സ് അനുവദിച്ചിരിക്കുന്നു. ഇന്നും അവൻ ജയിച്ചു. എടാ, നീ പൂജാമുറിയിൽ തന്നെ ആയിരുന്നല്ലേ? നിന്റെ പ്രാർത്ഥന ഫലിച്ചു. ഈ കേസിലും നിന്റെ ഏട്ടൻ വിജയിച്ചു മോളെ. അഡ്വക്കേറ്റ് ലക്ഷ്മണൻ ഓരോ കേസ് വിജയിക്കാനും സ്വന്തം പെങ്ങള് പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് പുറം ലോകത്തിന് അറിയില്ലല്ലോ. ഓരോ കേസിലും ലക്ഷ്മണൻ വക്കീല് വിജയിച്ചു എന്ന് കേൾക്കുമ്പോ സന്തോഷമുണ്ട്. പക്ഷേ ഏട്ടൻ ജയിക്കുമ്പോ തോൽക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അതേടി, തോൽവികൾ ഏറ്റുവാങ്ങാൻ ഈ പ്രഹ്ലാദന്റെ ജീവിതം പിന്നെയും ബാക്കി. നിനക്ക് ചോറ് ഇവിടെ, കൂറ് അവിടെ. അല്ലടി, നിക്കടി അവിടെ. എടി, നിന്റെ ചേട്ടനെ കൊണ്ട് തന്നെ നിന്റെ കെട്ടുതാലി ഞാൻ മുറിക്കുമടി. എടി, ഈ പ്രഹ്ലാദൻ കോടതിയിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ. ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ വിജയിച്ചിട്ടില്ല. അതെനിക്കറിയോ? എടി, നിന്നെ കടിച്ചു കയറാൻ നിൽക്കുന്നവരെ സിംഹമാടി ഞാൻ. അങ്ങനെയൊക്കെ പറയാമെങ്കിലും ചേട്ടൻ പാവാന്ന് എനിക്കല്ലേ അറിയൂ. പാവോ? അത് ഉറങ്ങുമ്പോ. എടി, നിന്നെ ഞാൻ ഒരു ദിവസം ലക്ഷ്മണ രേഖ കടത്തുമടി. തുനിഞ്ഞിറങ്ങിയ എന്നെ നിനക്കറിയില്ല. ഇനിയിപ്പോ കൊന്നാലും വേണ്ടില്ല, ചേട്ടനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. ഒരു പട്ടിയെ പോലെ വേണമെങ്കിൽ ഞാൻ ഈ കാൽക്കിരി കിടന്നോളാം. പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. നീ ഇന്ന് പട്ടിക്ക് ചോറ് കൊടുത്താടി? കൊടുത്തോ? എന്നാ പോയി ഒന്നുകൂടെ കുററി. നിക്കടിയോടെ, ഇനി പോക്കോ. അപ്പൊ അനുസരണുണ്ട്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ഇവൾക്ക് ബോധ്യമായാൽ എന്നെ പോലുള്ള ഭർത്താക്കന്മാരുടെയൊക്കെ പുറത്ത് ഇവളുമാരെ തിരിച്ചു കുതിര കയറും. അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. സാറേ, കാഞ്ഞിരം പാറയിലുള്ള ഒരു സുഗുണന്റെ പെണ്ണും പിള്ളയ്ക്ക് ഡൈവേഴ്സിന് താല്പര്യമുണ്ട്. കേസ് പിടിക്കട്ടെ.
ഇതവളാ ആരാധിക. ആ സ്പീക്കർ ഫോൺ ഓൺ ചെയ്ത് ഞാൻ കൂടി ഒന്ന് കേൾക്കട്ടെ. ഹലോ, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചിങ്ങനെ ശല്യം ചെയ്യുന്നത്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? സോറി സോറി സോറി. ഓഫിയല്ലേ ഒരു ലേഡി അല്ലേ? വിളിച്ച് ശല്യപ്പെടുത്തിയിട്ട് സോറി പറഞ്ഞാൽ മതിയോ? വിളിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞാൽ മതി. മേലെ ഞാൻ വിളിക്കില്ല. അല്ലാതെ എന്നോടിങ്ങനെ ദേഷ്യത്തെ സംസാരിക്കരുത് പ്ലീസ്. കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ഓരോ തിരക്കിനിടയിൽ. സാരമില്ല സർ, ഇത്രയും തിരക്കുള്ള ആളെ ശല്യപ്പെടുത്താൻ പാടില്ലായിരുന്നു. പിന്നെ ഒന്ന് പറഞ്ഞോട്ടെ, ദൈവത്തോട് ആരും അനുവാദം ചോദിച്ചിട്ടല്ല ആരാധിക്കുന്നതും പൂജിക്കുന്നതും. ഞാനും അത്ര ചെയ്തുള്ളൂ. ഇനി വിളിക്കാതിരിക്കാൻ ശ്രമിക്കാം. കുട്ടി ഞാനൊന്ന് കട്ടായി. സ്വിച്ച് ഓഫ് ചെയ്തു. ദേഷ്യപ്പെടണ്ടായിരുന്നു, പാവം. സാറേ, ഇതാ പൂജാരിയുടെ മോളാ. ഏത് പൂജാരി? അല്ല, പൂജയുടെ ആരാധനയുടെയും കാര്യമൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ ഏതെങ്കിലും പൂജാരിയുടെ മോളായിരിക്കണമല്ലോ. എന്തായാലും പ്രേമപിത്തം പിടിച്ച ഒരു പെണ്ണ. ഏയ്, പ്രേമം എന്നൊക്കെ പറഞ്ഞാ അതും ഈ പ്രായത്തില്. പ്രേമത്തിന് എങ്ങനെ പ്രായവും കാലവും ദേശവും ഒന്നും ഇല്ല സാറേ. ഈ ബന്ധം സാർ അങ്ങ് ഉറപ്പിക്കണം. എന്തോന്ന് ഉറപ്പിക്കാൻ? അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി ഡിഗ്രി ഗോവിന്ദ. അങ്ങനെ പറയരുത് സാറേ. സാറിന് കാര്യങ്ങൾ അറിയാമല്ലോ. ആ ബ്രോക്കർ സത്യവാൻ നാടായ നാട് മുഴുവൻ അലഞ്ഞിട്ടും ഒരു പെണ്ണെങ്കിലും സാറിനെ കെട്ടാൻ തയ്യാറായോ? അത് പിന്നെ കാരണം എന്താ? താലി അറക്കുന്ന ഒരുത്തന്റെ കൂടെ പെണ്ണിനെ പറഞ്ഞു വിട്ട അവളുടെ താലിയും അറ്റുപോകുന്നു നാട്ടുകാരും വീട്ടുകാരും പെൺകുട്ടികളും ഉറച്ചു വിശ്വസിക്കുന്നു. അനാവശ്യം പറയരുത് കേട്ടോ. അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല. ഞാൻ പറഞ്ഞത് പച്ച പരമാർത്ഥ. എന്റെ അനുഭവം വെച്ച് സാറിന്റെ ഫാൻസ് മുഴുവൻ വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണ്. ഒന്ന് പോവിന്ദ. ആദ്യമായിട്ടാണ് കന്യകയായ ഒരു പെൺകുട്ടി സാറിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അവളും ഇപ്പൊ കെട്ടിയാണെങ്കിലും ആ കരിനാക്കെടുത്ത് വളയ്ക്കരുതേ. സ്ത്രീകളുടെ ശബ്ദശാസ്ത്രം അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള ഒരാളെ നിലയ്ക്ക് ഞാൻ പറയുക, ആ യുവതിയുടെ കന്യകാത്വം ദാ ഈ നിമിഷം വരെ നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി സാറിന്റെ വിവാഹ ശേഷം എന്താവുമെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ശരിയാവൂ? ഇത് ശരിയാകും സാർ, നോക്കിക്കോ. ഒരു പെണ്ണിന്റെ മനസ്സേ അത് ഞങ്ങൾക്കേ അറിയൂ. അവിടെ മനസ്സ് നിറയെ സാറാ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു പെണ്ണ് പറയുമോ? ഒരു പെണ്ണിന്റെ ഹൃദയത്തിലോട്ട് ഒരു പുരുഷന് പെട്ടെന്നൊന്നും അങ്ങനെ കയറാൻ പറ്റത്തില്ല സാറേ. പക്ഷെ കയറിയത് തന്നെ. അങ്ങനെ പറഞ്ഞു കൊടുക്ക. സാറിന്റെ മഹാഭാഗ്യത്തിനാ ഒരു പെൺതരിക്കെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്ടം സാറിനോട് തോന്നിയത്. എന്തോന്ന് ഇഷ്ടം? ഈ ഭൂമിയിൽ എനിക്കൊരു പെണ്ണില്ലെന്നും ഈ ജന്മത്തൊരു കല്യാണമില്ലെന്നും പറഞ്ഞ് നടന്നവനാ ഞാൻ. നിങ്ങൾ എല്ലാവരും കൂടെ ഓരോന്ന് പറഞ്ഞു എന്റെ കൺട്രോൾ കളയരുത്. എന്തും കളയാൻ തയ്യാറായി നിൽക്കുന്ന എന്റെ മനസ്സ് കാണാൻ ഇവിടെ ആരുമില്ല. സാറിന്റെ ഒരു യോഗം. സാറാമ്മേ, എന്താ ഇത്? ലേഡീസ് ഉള്ളി കണ്ണിമാങ്ങാച്ചാറ്. അതല്ല സാറേ, ഇതിൽ ഉപ്പില്ല. എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. ഉപ്പ് മാത്രമല്ല, ഉലുവയില്ല, ടേസ്റ്റും ഇല്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? അബദ്ധത്തിനെടുത്ത് കഴിച്ചോണ്ടല്ലേ എനിക്ക് മനസ്സിലായത്. നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യം പറയുക, മറ്റെന്തും ഞാൻ സഹിക്കും, ക്ഷമിക്കും. എന്റെ അച്ചാറിന്റെ ക്വാളിറ്റിയിൽ മാത്രം തൊട്ട് കളിച്ചാൽ ഞാൻ സഹിക്കില്ല. എല്ലാത്തിനും ചവിട്ടി പുറത്താക്കിയിട്ട് വേറെ പെമ്പിളരെ ഞാൻ കൊണ്ടുവരും. എന്റെ കണ്ണൊന്ന് തെറ്റിൽ ഇവിടെ ഇങ്ങനെയാ സാറേ. ഈ പ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിക്കണം. ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സാറ് പറഞ്ഞതുപോലെ ഇവിടെ മറ്റൊരാള് വരണം. പാചകകലയിൽ നൈപുണ്യമുള്ള എന്താ ഏതെങ്കിലും ഒരുവൻ. എന്താണ് ഇത്? ചായ കോപ്പ്. ഇതാണടി ചായ. ചായയും ചാരയും ഒക്കെ ഈ രായപ്പന് നന്നായിട്ട് അറിയാം കേട്ടോടി. ഇങ്ങനെ കുടിച്ചു തന്നെയാ മനുഷ്യ നിങ്ങൾക്ക് ഒന്നിന്റെ രുചി അറിയാത്തത്. എന്തുണ്ടാക്കിയാലും കുറ്റം. പഴയതൊന്നും അത്ര വേഗം മറക്കരുത്. മറക്കരുത്. അത്രയ്ക്ക് ഓർത്ത് വെച്ചാൽ എന്തൊരു ഗുണമാണ് നടക്കുന്നത്. എനിക്കറിയാം നിങ്ങൾ പഴയതൊക്കെ മറന്നു. പണ്ട് ഞങ്ങളുടെ ചായക്കടയിൽ വന്ന് നിന്റെ പക്കാവിടെ കൊള്ളാം, നെയ്യപ്പം കൊള്ളാം, രസത്തിന് അതിരസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കയ്യും കാലും കാണിച്ച് എന്നെ മയക്കി ഇവിടെ കൊണ്ടുവന്നിട്ടേ. ഇപ്പൊ എന്റെ പക്കാവിടെ മോശം, നെയ്യപ്പം മോശം, ചായ മോശം. ഒരബദ്ധം യാത് മണ്ടനും പറ്റും. അതാ എനിക്കും പറ്റിയത്. നിന്നെ ഇങ്ങോട്ട് കെട്ടിക്കെടുത്തത് മുതൽ എന്റെ ജീവിതമേ കട്ടപ്പോകാം. ഈ മനുഷ്യനോട് കുടിക്കരുത് എത്ര പറഞ്ഞാലും കേക്കില്ല. കുടിച്ചില്ലെങ്കിലോ തേനെ പാലേന്ന് പറഞ്ഞോണ്ട് എന്റെ പുറകെ വരും. നിന്റെ പുറകെ വരുന്നത് നിന്റെ അപ്പൻ കണാരൻ, പേപ്പട്ടി കണാരൻ. എന്റെ അപ്പനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവളെ അപ്പ ഇവിടുത്തെ ഇന്ത്യ പ്രസിഡന്റ് അല്ലേ? നിന്റെ അപ്പനെ പറഞ്ഞ എന്ത് ജോലി? ഇന്ന് ഞാൻ നിന്നെ ശരിയാക്കി തരാടി. എന്താ പ്രശ്നം? എന്തോ പ്രശ്നം ഉണ്ടെങ്കിലും താൻ പരിഹരിക്കൂ. കുഴപ്പം എന്താന്ന് പറ. അത് ശരി, പ്ലാനിങ് അല്ലേ? പ്ലാനിങ് ഭയങ്കര. അപ്പൊ നീ ആളെ വിളിച്ചു കൂട്ടിയിട്ട് നിൽക്കുകയല്ലേ എന്നോട് പകരം ചോദിക്കാൻ? കാണിച്ചു തരാടി. ആടാ ഇപ്പുറത്തുള്ള ചോദിക്കാൻ. അടുക്കരുത്, ഉളിയാണ് കയ്യിരിക്കണം. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഈ ചീവുളി രായപ്പന്റെ അടുത്താണ് കളിയല്ലേ?
ഒന്ന് കത്തിക്കും. ആരെങ്കിലുമാ ചോദിക്കാൻ? ചോദിക്കാൻ ധൈര്യമുള്ളവൻ உங்களுக்கு பிசினஸ்ல கொஞ்சம் காசு போச்சு. பரவாயில்ல, காசு கூம்பாரமா வரும். சார் 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 வாங்க சார். உங்களுக்கு நல்ல காலம் வர போகுது. എന്നെയാണ്? ஆமா சார். എന്താണ്? வாங்க. ആമ അങ്ങ് കുളത്തില്. എനിക്കിപ്പോ വളരെ നല്ല സമയാ. നേരെ ചെവേ ഒരു പൈന്റ് വാങ്ങിച്ചടിക്കാൻ കയ്യിൽ കാശില്ല. பையன் எதுக்கு சார்? உள்ளே அடிக்கலாம். ഫുള്ളാ? கடவுள் உங்க கஷ்ட காலம் முடிக்க போகுது. உட்காருங்க. പൈസ காசு வேண்டாம் சார். ஃப்ரீயா சொல்லலாம். ഫ്രീയാ? അപ്പൊ പൈസ വേണ്ടേ? വേണ്ട സാർ. എന്നാ പിന്നെ എത്ര നേരം വേണമെങ്കിലും നോക്കിക്കോ. ഇഷ്ടം പോലെ നോക്കിക്കോ. കാശ് മല പോലെ വന്നു ചേരേണ്ട കൈയാണിത്. പക്ഷെ മല പോലെ വരുന്നത് എലി പോലെ അങ്ങ് പോകും. അയ്യോ അതെന്താ? ഹസ്തരേഖാ ശാസ്ത്രപ്രകാരം ദാ ഈ കാണുന്നതാണ് സമ്പാദ്യരേഖ, ദാ ഈ കാണുന്നതാണ് ശനിരേഖ. സമ്പാദ്യരേഖയും ശനിരേഖയും തമ്മിൽ കൂട്ടിമുട്ടുന്നത് ആപത്താണ്. കാലം മാറുന്നതനുസരിച്ച് കോലം മാറണമെന്ന് കേട്ടിട്ടില്ലേ? ഈ രേഖയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. അരുതാത്തത് സംഭവിച്ചു. അരുതാത്തതോ? അതെ, നിങ്ങളുടെ വിവാഹം. രാജ്ഞിയായി ജീവിക്കേണ്ട നിങ്ങളെ പിച്ചക്കാരനായി ജീവിക്കാൻ യോഗമുള്ള ഒരുത്തൻ കെട്ടി. இந்த கையு பெரிய ராஜா மாதிரி வாழ வேண்டிய கையு. ஆனா உங்களுக்கு அல்ல பிரச்சனை. ഈ സമ്പാദ്യരേഖയും ശനിരേഖയും കൂട്ടിയിടിച്ചു. അങ്ങനെ നിങ്ങൾ രാജ്ഞയോഗം പോയി. உங்க பொண்டாட்டி சனி ராசியிலே பிறந்தவங்க. அவ எப்பவும் உங்க மேல கலாட்ட தானே. കണിയാലി പറഞ്ഞത് വളരെ ശരിയാ. പണ്ട് അപ്പനും അമ്മയ്ക്കും ചായക്കട ഉണ്ടായിരുന്നപ്പോഴേ ഒരു രാജ്ഞിയെ പോലെ അവരെന്നെ നോക്കി. பெரிய தலைவரா வாழ வேண்டிய கையு ஒரு பைண்ட் அடிக்க வழி இல்லாம பிச்சைக்காரனா மாறணும்னா உங்க பொண்டாட்டி தான் காரணம். ഈ പറയുന്നത് മുഴുവൻ വളരെ ശരിയാണല്ലോ. അതിനോടൊപ്പം ഇറങ്ങി വന്നതോടെ എന്റെ ജീവിതം അതോ ഗതി. பரவாயில்ல, உடனடியா உங்களுக்கு 1 கோடி ரூபாய் ലോട്ടറി അടിക്കാൻ പോകുது. 1 കോടി രൂപയോ? എനിക്കാ? ദൈവമേ, 1 കോടി രൂപയോ? ഇത്രയും കാശ് കിട്ടിയാ എത്ര ഫുള്ളടിക്കാം? പിന്നെ അവൾ ആർക്ക് വേണം? എടി വഞ്ചകി, നീ ഒറ്റ ഒരുത്തി കാരണ ഞാനിങ്ങനെ ഭാഗ്യം കെട്ടവനായി പോയത്. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി. അയ്യോ, എറിയല്ലേ? എറിയല്ലേ ഇത്? എടി, നിന്റെ ഭർത്താവാണ് ഞാൻ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ എന്ത് കണ്ടെന്നാണ് ഈ പറയണത്? നിങ്ങളുടെ നെഞ്ചത്തോട് നോക്കുമ്പോ എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. എടി, അതിനകത്ത് നീയാണെടി നീ. അകത്തിരിക്കുന്ന അവിടെ ഇരിക്കട്ടെ. ആദ്യം പുറത്തിരിക്കുന്നത് ആരാന്ന് പറ. പുറത്തോ? സത്യം പറ, ഈ പൊട്ടെങ്ങനെ നിങ്ങളുടെ നെഞ്ചത്ത് വന്നു? പൊട്ടോ? ഇതെങ്ങനെ എന്റെ നെഞ്ചില്? അയ്യോ, നിന്നാണ് എനിക്ക് ഓർമ്മയില്ല. ഓ, അപ്പൊ അറിയാം, ഓർമ്മയില്ലാത്താണല്ലേ? ഇനി ഇവിടെ മതി നിങ്ങൾക്ക്. ഞാൻ പോന്നു. പങ്കജവല്ലി, ഇവളോ? പങ്കു, പങ്കു, തീരുമാനിക്കണം. ഞാൻ പോവാ. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. അല്ല, ലക്ഷ്മണ മക്കളുടെ അടുത്തേക്ക്. അവിടേക്കോ? നീ വീട്ടിൽ കാണിക്കരുത്. ആ ലക്ഷ്മണനൊക്കെ താണ്ടിയ നിന്റെ താലി പോക്കാ. നിങ്ങൾ എങ്ങനെ വേണേലും വായിക്കോ. ഇങ്ങനൊരു ജീവിതം എനിക്ക് വേണ്ട. പങ്കു, വെറും ഒരു പൊട്ട് കാരണം പൊട്ടത്തരം കാണിച്ച് നീ താലി പൊട്ടിക്കരുത്. ഈ പൊട്ടെടുത്ത് നിന്റെ നെറ്റിയിൽ പൊട്ടിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളടി പൊട്ടി. ആളിവിടെ ഉണ്ടോന്നറിയില്ല. ഈശ്വര, ആദ്യമായിട്ടാണല്ലോ ഇത്രയും വലിയൊരു പെൺപടം ഒന്നിച്ച് ഈ ഓഫീസിൽ. സാറേ, 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 എന്താണ് കുറെ കക്ഷികൾ വരുന്നുണ്ട്. എല്ലാവർക്കും സാർ ഡൈവേഴ്സ് വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ ഈ കച്ചവടത്തിൽ ബ്രോക്കർ സത്യവാന് ഒരു റോളും ഇല്ല. ഫുൾ കമ്മീഷൻ സാർ എനിക്ക് തന്നേക്കണം. താൻ എന്തൊക്കെയാണോ ഈ വിളിച്ചു? സത്യം. എല്ലാവരും എന്റെ വരൂ വരൂ വരൂ. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഡോക്ടറിനോടും വക്കീലിനോടും ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ലെന്ന. നിങ്ങളുടെ ദാമ്പത്യ ദുഃഖങ്ങളെല്ലാം സാറിനോട് തുറന്നു പറഞ്ഞോളൂ. സാർ ഡൈവേഴ്സ് വാങ്ങിത്തരും. ഡൈവേഴ്സോ? കല്യാണം കഴിയാത്ത ഞങ്ങൾക്കോ? എന്താ എന്നെ വിളിച്ചോ? സാറേ, എന്നെ പിന്നെ എന്തിനാ നിങ്ങൾ വന്നത്? ഇരിക്കൂ. സർ, ഞങ്ങള് GK വിമൻസ് കോളേജിലെ സ്റ്റുഡൻസാ. ഇത് സ്വാതി, ഞങ്ങളുടെ ആർട്സ് ക്ലബ് സെക്രട്ടറിയാ. ഹലോ സർ. കോളേജ് യൂണിയന്റെ ഈ വർഷത്തെ ഇനാഗ്രേഷന് ചീഫ് ഗസ്റ്റ് സാറായിരിക്കണമെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും അതിയായ ആഗ്രഹം.
സാറിനെ പോലെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാൾ കോളേജിൽ വന്ന അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഏറെ തിരക്കുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഓരോ നിമിഷവും എനിക്ക് വിലപ്പെട്ടതാണ്. ആ സമയം ഒരു കോളേജിൽ വന്ന് പിള്ളേർ കളിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. ഇതുവരെ കോളേജിൽ വന്നിട്ടുള്ളത് സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഫിലിം സ്റ്റാറിനെ തന്നെ വിളിക്കൂ. അങ്ങനെ പറയരുത് സർ, ഞങ്ങൾക്ക് സാറ് മതി. അതെ, എനിക്കൊരല്പ തിരക്കുണ്ട്. എല്ലാവരും ഒന്ന് പോയേ പ്ലീസ്. ഇതവളാണല്ലോ. ഹലോ, ഇത് ഞാനാ, മനസ്സിലായോ? എന്നെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആരാധികയല്ലേ? കുട്ടികളെ സന്തോഷത്തോടെ വന്ന് വിളിച്ചതല്ലേ. സാറ് പോണം പ്ലീസ്, എന്റെ ഒരു അപേക്ഷ. അത് പിന്നെ ഞാൻ പിന്നെ കട്ടായി. സ്വിച്ച് ഓഫ്. ആ കുട്ടികളവിടെ? അതെ, ഭാവിയിൽ വിവാഹം കഴിഞ്ഞ് നിങ്ങൾക്ക് ഡൈവേഴ്സ് വേണ്ടി വരികയാണെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഇതാ എന്റെ കാർഡ്, അഡ്വക്കേറ്റ് ഗോവിന്ദൻ. ഹലോ, ആ ഇനോഗ്രേഷന്റെ ഡേറ്റ് എന്നാണെന്നാ പറഞ്ഞത്? അത് പറയാൻ സാർ സമ്മതിച്ചില്ലല്ലോ. അതപ്പോ ഇതിപ്പോ പറയൂ. വരുന്ന 27th, 27th, 25th, 26th, 27th. 27th ഞാൻ ഫുൾ ഫ്രീ ആണ്, ഞാൻ എത്തിക്കൊള്ളാം. ആദ്യം നിങ്ങളെ ഞാനൊന്ന് വരട്ടിയതാ. നിങ്ങൾ വിളിക്കുമ്പോൾ വന്നില്ലേ, പിന്നെ ഞാൻ ആര് വിളിക്കുമ്പോഴാ പോകേണ്ടത്? ഓക്കെ. എന്താ? ഐ ലൈക്ക് യു സർ. ഇത് അരക്കള്ളനും മുക്കാക്കള്ളനും ഒന്നും അല്ല, ഒന്നര കള്ളനാ. എന്താ? അല്ല, എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കള്ളന്റെ കാര്യം പറഞ്ഞതാ. ഇനി വന്നേ ആ കാർഡ് ഇടണോ? അഡ്വക്കേറ്റ് ഗോവിന്ദൻ. ഗുമസ്തൻ അഡ്വക്കേറ്റ് ആകാനുള്ളൊരു പൂതി. സാറേ, വെൽക്കം സാർ. ഞങ്ങൾ സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ കോളേജിന്റെ പ്രിൻസിപ്പൽ ഗണപതി അയ്യർ. വരൂ സാർ. എനിക്ക് അല്പം ധൃതിയുണ്ട്, വേഗം തീർക്കണം. യെസ് സാർ. നിങ്ങളെപ്പോലെ ഒരാളുടെ തിരക്ക് ഞങ്ങൾക്ക് മനസ്സിലാകും. ജസ്റ്റ് 10 minutes. ഒരു ഇമ്പോർട്ടന്റ് കോളാണ്. 1 minute. ഹലോ, താൻ നല്ല ആളാ. തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഉടനെ സ്വിച്ച് ഓഫ് ചെയ്യുക. തന്റെ പേരെന്താ? താൻ ആരാ? തന്റെ വീട് എവിടെ? ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചാൽ എങ്ങനെയാ? ഞാൻ കൊഴിഞ്ഞു പോകും. പിന്നെ എങ്ങനെ ചോദിക്കണം? ഒക്കെ വിശദമായിട്ട് പറയാനേ. സാറിന് ഈ ബ്ലാക്ക് ഷർട്ടും ക്രീം കളർ പാന്റും നന്നായിട്ട് ചേരുന്നുണ്ട്. തനിക്ക് എങ്ങനെയാ അറിയാം? എനിക്ക് ജ്ഞാനദൃഷ്ടി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അപ്പൊ താൻ എന്റെ കണ്ണത്തും ദൂരത്ത് തന്നെ ഉണ്ടല്ലേ? യെസ്, സാർ ഇപ്പൊ എന്റെ കൈയെത്തും ദൂരത്ത് തന്നെയുണ്ട്. ഹലോ ഹലോ, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സാറിന് ഉടനെ പോവാം. അതിപ്പോ നേരത്തെ പോയിട്ട് എന്താ കാര്യം? സാവകാശം പോയാ മതി. താങ്ക് യു സാർ. ഈ വർഷത്തെ GKM വിമൻസ് കോളേജിൽ ഇതായിരിക്കും ഇനാഗുറേഷൻ. വളരെ പ്രമുഖരായ ഇതാണോ? ഈ വേദിയിൽ ഫോണും കയ്യിലുണ്ട്. ഇതാകാനാണ് സാധ്യത. മലയാളം ഡിപ്പാർട്ട്മെന്റിലെ ലെക്ചററും കോളേജ് യൂണിയന്റെ ഉപദേശക സമിതി അംഗവുമായ മിസ് ആനിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എന്റെ സഹപ്രവർത്തകരെ, പഴയ കാലഘട്ടത്തിലെ സ്ത്രീയെ പോലെ താഴിട്ടകത്തളങ്ങളിൽ ഹോമിക്കപ്പെടേണ്ടവരല്ല നമ്മൾ. ഇന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മോടൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. അഡ്വക്കേറ്റ് ലക്ഷ്മണൻ, ലേഡി സൊള്ളി. ഇദ്ദേഹം അനുവാദം തന്നില്ലെങ്കിലും എനിക്ക് ഇദ്ദേഹത്തോട് ആരാധനയാണെന്ന് തുറന്നു പറയാൻ ഈ അവസരത്തിൽ എനിക്ക് മടിയില്ല. ആനി ആൾ കൊള്ളാമല്ലോ. സത്യത്തിൽ എതിർ കക്ഷികളെ എപ്പോഴും വട്ടം ചുറ്റിക്കുന്ന വക്കീലന്മാരാ ഞങ്ങൾ. സോറി സർ, വട്ടം ചുറ്റിക്കണമെന്ന് കരുതി മനഃപൂർവ്വം കാണിച്ചതല്ല. താൻ ആരാധിക്കുന്ന പുരുഷന്റെ മുന്നിൽ ചെന്ന് മനസ്സിലുള്ളത് തുറന്നു പറയാനുള്ള ഭയം, അതുകൊണ്ട് മാത്ര ഇങ്ങനെയൊക്കെ. ഭയപ്പെടുന്ന എന്തിന്? ആനിക്ക് മനസ്സിലുള്ളത് തുറന്നു പറയാം. നമുക്കിനി സമയമുണ്ടല്ലോ. ഭയം പൂർണ്ണമായും മാറട്ടെ സർ. ഓ, പക്ഷെ മേലിൽ സാറെന്ന് വിളിക്കരുത്. പിന്നെ സാറിനെ എന്ത് വിളിക്കണം? പിന്നെ സാർ.
പുരുഷ കേസരികളെ, വീര്യം നശിച്ചു പോയി എന്ന് ഇനി നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. വീരനായ മുട്ടനാടിന്റെ ചോരയിൽ നിന്ന് നീറ്റുവാറ്റി കുറുക്കിയെടുത്ത വീര്യ വിതരണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീര്യം സേവിച്ച് വീരന്മാരാകും. വീര്യം കൊടുക്കൂ. ഭാര്യമാരെന്ന മതയാനികളെ മെരുക്കിയെടുക്കുന്ന ഒരു തന്ത്രശാലിയായ ആനപ്പാപ്പാനാണ് അഡ്വക്കേറ്റ് ലക്ഷ്മണൻ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. അച്ചാർ കമ്പനി എന്ന ആനത്തൊട്ടിലിൽ അവറ്റകളെ യഥേഷ്ടം മേയാൻ തുറന്നു വിട്ടിരിക്കുകയാണ്. ഈ മതയാനകളെ ചങ്ങലക്കിടാൻ ഭർത്താക്കന്മാരായ നിങ്ങൾ കേരള പുരുഷ മുന്നണിയുടെ കീഴിൽ സംഘടിച്ചേ മതിയാവും. നിങ്ങൾ ഭർത്താക്കന്മാർ ഒരുമിച്ച് നിന്നാൽ അവരവരുടെ ആനകളെ ചങ്ങലക്കിട്ട് ഈ പ്രഹ്ലാദൻ നിങ്ങൾക്ക് തിരിച്ചു തരും. ഇത് സത്യം. അവന്റെ അച്ചാർ കമ്പനിക്ക് ബദലായി നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഒരു അണ്ടിയാപ്പീസ് തുറന്ന് പ്രവർത്തിപ്പിക്കും. വരാതെ കാര്യം പറയൂ. എന്തോന്ന് രക്ഷിക്കാൻ? പോലെ എന്റെ ജീവിതവും തകരാൻ പോണ്. എന്റെ ഭാര്യ മീനാക്ഷി, അവളെ ലക്ഷ്മണ രേഖ താണ്ടി വക്കീലേ. രായപ്പൻ ധൈര്യമായിരിക്കും. കേരള പുരുഷ മുന്നണി അംഗപ്പുറപ്പാടിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഈ പ്രഹ്ലാദൻ ചേകവർ പട നയിക്കുന്ന ഒളിപ്പോരിൽ അവൻ കുരുങ്ങും. കുരുക്കിയിരിക്കും ഈ പ്രഹ്ലാദൻ. പറഞ്ഞ നല്ല ഓർമ്മയുണ്ടല്ലോ. ലക്ഷ്മണൻ പല അടവുകളും പയറ്റും. രാജപ്പൻ പതറിപ്പോകരുത്. എങ്കിലും ഒരു ധൈര്യക്കുറവ്. എടോ, അതിന് വീര്യമുള്ള ഈ മുഖം ഓർമ്മിച്ചാൽ മതി. എങ്കിലും ഉള്ള ധൈര്യം കൂടി പോവും. എന്താ പറഞ്ഞ? എന്റെ പരദൈവങ്ങളെ കാത്തോളൂ. ഇങ്ങനെ പേടിച്ച തന്റെ കെട്ടിയോള് പോക്ക. സാറ് പൊയ്ക്കോ. രാജപ്പന് ധൈര്യം ഞാൻ കൊടുത്തോളാം. ഓ, അങ്ങനെയെങ്കിലും അല്ല, നല്ല കാര്യം ചെയ്. ഉള്ള ധൈര്യം എല്ലാം സംഭരിച്ചോണ്ട് നേരെ അങ്ങ് വന്നേക്കണം. ചേട്ടാ, ധൈര്യം ഇതിനകത്ത് ഇതിനകത്ത് കേറിങ്ങോട്ട്. ഇത് ധൈര്യം തന്നെ. ചേട്ടാ, ഒറിജിനലാ. ഇപ്പൊ ശരിക്കും ധൈര്യം കിട്ടി. കുറച്ചുകൂടാ. ഈ നിൽക്കുന്ന എന്റെ കക്ഷി ഒരു ഉത്തമ ഭാര്യ സ്നേഹിക്ക് ഉദാഹരണമാണ്. മദ്യപാനം മാത്രമായിരുന്നു എന്റെ കക്ഷിയുടെ ഒരേ ഒരു വീക്ക്നെസ്. പക്ഷേ ഇന്ന് ഭാര്യയെക്കാൾ വലുതല്ല ആ വീക്ക്നെസ് എന്ന് എന്റെ കക്ഷി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് എന്റെ കക്ഷി ഭാര്യയെക്കുറിച്ച് പല വീക്കിലുകളിലും എഴുതിയ കവിതകളുടെ കോപ്പികളാണ്. സ്വന്തം ഭാര്യയെക്കുറിച്ച് ഇത്രയും ഹൃദയം പിളർക്കുന്ന ഭാഷയിൽ മറ്റൊരു കവികളും എഴുതിയിട്ടില്ല. ഇത്രയും ഭാര്യ സ്നേഹിയായ എന്റെ കക്ഷിയെ ഇവരിൽ നിന്നും പിരിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിരിച്ചാൽ ആ പാവം ഏത് ഗംഗാജലത്തിൽ കൊണ്ടുപോയി കഴുകിക്കളഞ്ഞാലും അതിന്റെ കറ മാറില്ല, യുവർ ഓണർ. മൈ ലോർഡ്, എതിർഭാഗം വക്കീൽ പ്രഹ്ലാദന്റെ വാക്കുകൾ കേട്ട് എന്റെ കണ്ണു പോലും നിറഞ്ഞു പോയിരിക്കുകയാണ്. ഇദ്ദേഹം മദ്യപാനം നിർത്തിയെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം എന്റെ കക്ഷി സ്വന്തം ഭർത്താവിന്റെ കൂടെ പോകാൻ തയ്യാറാണ്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. കർത്താവിന്റെ കുമ്പസാരക്കൂട്ടിൽ നിന്ന് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ കർത്താവ് തമ്പുരാൻ ക്ഷമിക്കുമെന്ന പോലെ ഈ കൂട്ടിൽ നിന്ന് ഞാൻ തെറ്റുകൾ ഏറ്റുപറയുകയാണ്. എന്റെ ഭാര്യ ഈ നിൽക്കുന്ന എന്റെ ഭാര്യ, ഇവൾ ദുഷ്ടയാണ്, വഞ്ചകയാണ്, താടകയാണ്. ഇവൾ വഞ്ചകയാണ്. ഞാൻ കുടിക്കും, ഇനിയും കുടിക്കും, കുടിച്ചോണ്ടേയിരിക്കും. ഓർഡർ, ഓർഡർ. ഓർഡറാ? എന്തോന്ന് ഓർഡർ? കൊട്ടുവടിയാ? ഇതിനേക്കാളും വലിയ കൊട്ടുവടി രായപ്പന്റെ വീട്ടിരിപ്പുണ്ട്. കേട്ടാ മേസ്ത്രി? ദൈവമേ,
ഉടലോടങ്ങ് കെട്ടിയെടുക്കണമേ. എന്തിനാ ഉടനെ കാണണമെന്ന് പറഞ്ഞത്? വെറുതെ ഒന്ന് കാണണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. എന്നോട് കള്ളം പറയാൻ ശ്രമിക്കരുത്, ഞാനൊരു വക്കീല. അത് എന്തിനാ വെറുതെ? സാറിനോട് അതൊക്കെ ഒന്നുമില്ല സർ. ആനി ആരാണെന്നോ നാടെവിടെയാണെന്നോ എനിക്കറിയില്ല, പക്ഷേ തൻ്റെ മനസ്സ് അതെനിക്ക് വായിക്കാം. ടെൽ മീ, എന്താ എന്നോട് പറയാനുള്ളത്? സാറിനോട് ഒന്നും മനഃപൂർവ്വം പറയാതിരുന്നതല്ല, അതിനുള്ള അവസരം കിട്ടിയില്ല എന്നതാ സത്യം. എൻ്റെ നാട് അങ്ങ് പാലത്തറയാ. ആനി എന്ന പേര് എനിക്കിട്ടത് തന്നെ പാലത്തറ പള്ളിയിലെ ഫാദർ കുര്യാക്കോസ്. ശരിക്ക് പറഞ്ഞ ഞാൻ ഒരു ഓർഫനാണ് സർ. ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചു പോയ അനാഥ. പഠിച്ചതും വളർന്നതും ഒക്കെ പാലത്തറ പള്ളിവക ഓർഫനേജിലായിരുന്നു. പഠനം പൂർത്തിയാക്കി ഇറങ്ങി ഇന്ന് ഈ പൊസിഷനിലാവുന്നത് വരെ ഒരു സ്ത്രീയായി പോയതുകൊണ്ട് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ശക്തി ചോർന്നു പോകുന്നതിനിടയിൽ എവിടെയോ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം വാദിക്കാൻ ഒരാളുണ്ടെന്നുള്ള അറിവ് എത്രമാത്രം ശക്തി തന്നൂന്ന് ഇപ്പൊ പറഞ്ഞ സാറിന് മനസ്സിലാവില്ല. സാറിന് മാത്രമല്ല, ആർക്കും. അങ്ങനെയാണ് അഡ്വക്കേറ്റ് ലക്ഷ്മണൻ എന്ന വ്യക്തിയോട് എനിക്ക് ആരാധന തോന്നി തുടങ്ങിയത്. ഏതൊരു പെണ്ണിനെയും പോലെ എനിക്കും ഒരിക്കൽ വിവാഹം വേണ്ടിവരുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ സ്ത്രീകളെ ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന ഒരാളെ മാത്രമേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അനുവദിക്കൂ എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഒരിക്കൽ ഗവൺമെന്റ് ലൈബ്രറിയിൽ വെച്ച് ആ പൗരുഷമുള്ള വ്യക്തിത്വത്തെ ഞാൻ കണ്ടു. അലക്സ്. എല്ലാ തരത്തിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ, സാറിൻ്റെ സ്വഭാവമുള്ള മറ്റൊരാൾ. അലക്സിനെ കുറിച്ച് സാറിനോട് സംസാരിക്കണമെന്നും പരിചയപ്പെടുത്തി തരണമെന്നും പല പ്രാവശ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നടന്നില്ല. ഇതാണോ വലിയ കാര്യം? എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഒരു നിമിഷമെങ്കിലും എന്നെ മനസ്സുകൊണ്ട് വിശ്വസിച്ചിരുന്ന ആളല്ലേ എനിക്ക് ഞാനുണ്ട്. നിങ്ങളുടെ വിവാഹം ആരെതിർത്താലും ഞാൻ നടത്തിത്തരും. ഇനി അത് നടക്കില്ല. വെറുതെ കരയല്ലേ? എന്തുകൊണ്ട് നടക്കില്ല? അലക്സ്, ഞാൻ കരുതിയ പോലെ ഒരാളായിരുന്നില്ല. എന്നെ ചതിക്കായിരുന്നു. അവൻ ചീത്തയാ. അതൊക്കെ തനിക്ക് വെറുതെ തോന്നുന്ന കാര്യം. എന്തായാലും അലക്സിനെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളൂ. എന്തോന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ? സ്വന്തം ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തിട്ട് എന്നെ കെട്ടിക്കോളാന്ന് പറയുന്നവനോട് എന്ത് പറയാൻ? പക്ഷേ അവന്റെ ഉദ്ദേശം മാത്രം എന്റെ അടുത്ത് നടന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. മേലിൽ എന്നെ ശല്യം ചെയ്യരുതെന്ന് അലക്സിനെ വിളിച്ച് ഒന്ന് പറഞ്ഞാൽ മതി. ശരി, ഞാൻ ഏറ്റു. അവന്റെ നമ്പർ തരാം. ഹലോ, ഞാൻ അല്പം തിരക്കില്ല, പിന്നെ വിളിക്കാം. പ്ലീസ് ഫോൺ കട്ട് ചെയ്ത് സർ. 1 മിനിറ്റ്. ലക്ഷ്മണ സാറ് തിരക്കിലാണെന്ന് എനിക്കറിയാം. ഇത് ഞാനാ, അലക്സ്. ആനി പറഞ്ഞില്ലേ, അതേ അലക്സ്. ഇതവനാ അലക്സ്. താൻ ഒരുപാടങ്ങ് ഷൈൻ ചെയ്യല്ലേ. അതാ അങ്ങോട്ടും സാറിനോട് എനിക്ക് പറയാനുള്ളത്. നീ ഒന്ന് ചിന്തിക്കും മുമ്പ് ഒരു വെളിപ്പാടകല ഞാൻ എത്തിയെങ്കിൽ എന്റെ റേഞ്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആനി, അവളെങ്ങ് വിട്ടേക്ക്. ലക്ഷ്മണൻ വക്കീലിനെ അലക്സിനെ ഇതുവരെ അറിയില്ല. ചിലതിനെ അറിയാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് സാറേ. ഹലോ, അവനെന്നെ ശരിക്കറിയില്ല. 24 മണിക്കൂറിനകം ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും പൊക്കിയെടുത്ത് എന്റെ മുന്നിൽ കൊണ്ടിടുന്ന കോളനി പിള്ളേർ എന്നോടൊപ്പം ഉണ്ട്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഞാൻ ചീത്തയാണെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ആനി, അത്
സർ, ഞാൻ അന്വേഷിച്ചു. വർഗീസ് എന്നൊരാളുടെ പേരിലുള്ളതായി ഈ നമ്പർ. പക്ഷേ ഈ വർഗീസ് മരിച്ചിട്ട് തന്നെ 5-6 വർഷമായി. ഈ അലക്സ് എന്ന വ്യക്തിയെക്കുറിച്ച് വർഗീസിന്റെ കുടുംബക്കാർക്ക് ഒരു അറിവുമില്ല. ഈ നമ്പർ ഫേക്കാണ് സർ. ഹലോ സർ, ഞാൻ അലക്സിന്റെ കയ്യില്. രക്ഷിക്കണം. ആനി, നീ എവിടെ? വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അറിയില്ല സർ, ഏതോ പഴയ വീടാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ആനി ഒന്ന് പുറത്തോട്ട് നോക്കൂ. എന്തെങ്കിലും ഒരു അടയാളം. അത് പിന്നെ എയർപോർട്ട് കാണാം, പിന്നെ തൊട്ടടുത്ത് കടലും കാണാം.
കടുക് തുരന്ന് ഒളിപ്പിച്ചാലും ശരി, അവളെ ഞാൻ കൊണ്ടുപോകും. ഇത് അലക്സാ പറയുന്നത്. എന്നാ കേട്ടോ, നീ കാണുന്ന സ്വപ്നത്തിൽ പോലും ആനി വരില്ല. ലക്ഷ്മണനാ പറയുന്നത്. ലക്ഷ്മണൻ എന്താ ആനിയെ കൂടെ പൊറപ്പിക്കാൻ പോവാ? പൊറപ്പിക്കൂടാ, വെറുതെ അല്ല, താലി കെട്ടി കൂടെ പൊറപ്പിക്കും. അവൾ സമ്മതിക്കുവാണെങ്കിൽ. കട്ട് ചെയ്തു. സുഷ്ട. സാർ എന്താ അവനോട് പറഞ്ഞേ? എന്തിനാ അങ്ങനെ പറയാൻ പോയേ? വെറും വാക്ക് പറഞ്ഞല്ല. ആനി സമ്മതിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ കെട്ടിക്കൊള്ളാം. സാക്ഷികളും ഹാരവും ബൊക്കെയും ഒക്കെ ലഡുവും റെഡി. പിടിച്ചോളൂ. ആദ്യം അങ്ങോട്ടിടൂ, ഇനി തിരിച്ചിങ്ങോട്ട്. അങ്ങനെ പെണ്ണ് കിട്ടാത്ത ലക്ഷ്മണ സാറും പെണ്ണ് കെട്ടി. എന്റെ കാര്യം മാത്രം കട്ടപ്പോക. മോഹൻ സാർ നമസ്കാരം. ഇതാണ് എന്റെ ഭാര്യ ആനി, GKM വിമൻസ് കോളേജിലെ മലയാളം ലെക്ചറർ. എനിക്കെല്ലാം എന്റെ സഹപ്രവർത്തകരാണ്, സഹോദരങ്ങളായ നിങ്ങളാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇനി ഭക്ഷണത്തിലോട്ട് കിടക്കാം. വരട്ടെ. ഇനി ഇവിടെ എത്താൻ ഒരാളെ ബാക്കിയുള്ളൂ. അത് മറ്റാരുമല്ല, ഈ ലക്ഷ്മണന്റെ ഒരേ ഒരു പെങ്ങൾ. പറഞ്ഞ് നാക്കെടുത്ത് വായിലോട്ടിട്ടില്ല. വരൂ വരൂ വരൂ. ഏട്ടാ, ഞാൻ താമസിച്ചു പോയോ? ഇല്ല മോളെ, എന്തായാലും നീ എത്തിയല്ലോ. ഇതായനി, നിന്റെ ഏട്ടത്തിയമ്മ. ഇവളെ നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും. പക്ഷേ സുമിത്രയുടെ ഭർത്താവിനെ നിങ്ങൾക്കൊക്കെ അറിയാം. അഡ്വക്കേറ്റ് പ്രഹ്ലാദൻ. എന്നെ ശത്രുവായി കാണുന്നുണ്ടെങ്കിലും ആള് പരമസാധുവാണ്. അനി, അനി എന്താ ഇവിടെ? അവിടെ അയാള്. ആര്? അലക്സ്. ഇവിടെ ആരുമില്ല, നിനക്ക് വെറുതെ തോന്നിയതാ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ദേ അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യാ. വാ. സാറമ്മ, എന്താ ഇത്? ഈ വിരുന്നുകാരൊക്കെ ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പാവം കുട്ടി സാറിനെ കാത്തിരിക്കുക. ചെല്ലങ്ങോട്ട്. സാറിന്റെ ഒരു നാണം. അയ്യേ. എന്താ ഇനി? ഒന്നുമില്ല, വെറുതെ. ദേ, പഴയതുപോലെയല്ല. ഇന്നു മുതൽ ലക്ഷ്മണന്റെ ഭാര്യയാണ്. ദുഃഖമായാലും സന്തോഷമായാലും അനുഭവിക്കേണ്ടത് ഒരുമിച്ച. പറ, എന്താണെങ്കിലും പറ. കണ്ണടച്ചിട്ടും അലക്സിന്റെ മുഖം എന്റെ മുന്നിൽ തന്നെയുണ്ട്. ഒക്കെ നിന്റെ തോന്നല. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പം പഴയതൊക്കെ നീ മറന്നിരിക്കും. അല്ലെങ്കിലും ഈ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുന്നത് ഒരാചാരം പോലെയാണ്. ആദ്യം ചേരേണ്ടത് മനസ്സാ. കിടന്നുള്ളൂ. രാവിലെ കുളിച്ച് സുന്ദരിയായി ഒരു കപ്പ് ബെഡ് കോഫി ആയിട്ട് വന്നേ എന്നെ ഉണർത്താവൂ. ഓക്കെ? നല്ല ക്ഷീണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ഞാനാ, അലക്സ്. അവിടെ കിടന്ന് വിളിച്ചു പോകണ്ട സാറേ. അവളിപ്പോ എന്റെ അടുത്തുണ്ട്. അവളുടെ കൈകൊണ്ടിട്ട ബെഡ് കോഫി കുടിച്ചോണ്ടിരിക്കുക ഞാൻ. വാ, എന്താ രുചി, എന്താ ഒരു കടുപ്പം. നിന്നെ ഞാൻ. ചൂടാവാതെ സാറേ, ഇനി നമ്മൾ ഇങ്ങനെ രണ്ടു ധ്രുവങ്ങളിൽ തുടരണ്ട. ഞാൻ ഇവളെ കൂട്ടി വരാം. ഞാൻ പറയുന്നിടത്ത് നീ വാ. എവിടെയാ ഞാൻ വരേണ്ടത്?
ഞാൻ വിളിച്ചാൽ നീ വരും അല്ലേ? അലക്സോ? അങ്ങനെ ഒരാളില്ല, ഈ ഭൂമുഖത്തെ ഇല്ല. ഞാൻ തോമസ് ജോർജ്. നീ കൊന്നിങ്ങനെ കുഴിമാടത്തിൽ കിടത്തിയ മേരി തോമസിനെ മറന്നോ? പക്ഷെ നിന്റെ മുഖം ഈ ജന്മത്തെ ഞാൻ മറക്കില്ല. പരസ്പരം ഒന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ നീ അന്ന് കോടതിക്കുള്ളിൽ വെച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കി എന്റെ മേരെ നീ എന്നിൽ നിന്ന് നടത്തി മാറ്റി. അതിന്റെ 3-ാം നാൾ നിന്റെ ചതി മനസ്സിലാക്കി അവൾ ആത്മഹത്യ ചെയ്തു. നീ എന്റെ മേരിയെ കൊന്നത്. ഒക്കെ ചെയ്തു കൂട്ടിയിട്ട് പൊടിയും തട്ടി അങ്ങ് പോകാന്ന് കരുതി അല്ല? വിടില്ലെന്നെ ഞാൻ. ആനി, ഇവൾ ആരാന്നറിയോ? എന്റെ മേരിയുടെ അതേ രക്തത്തിൽ പറഞ്ഞ അനിയത്തി. അതെ, ആനി തന്നെ. എന്റെ പാവം ചേച്ചി ഇങ്ങനെ കുഴിച്ചു മൂടിയിട്ട് സുഖിച്ച് ജീവിക്കാന്ന് കരുതിയോ നീ? നിന്നെ ഞാൻ വിടില്ല. അതേടാ, നീ ഇതുവരെ കണ്ട കഥകളൊക്കെ വെറും മായ. നീ കോടതിക്കകത്ത് കളിക്കുന്ന കളി, അതേ കളി തന്നെ ഞങ്ങളൊന്ന് മാറ്റി കളിച്ചു നോക്കി. നിന്നെ ഇവൾ ഉന്നം വെച്ചത് മുതൽ ഇവളോടൊപ്പം ഞാനുണ്ട്, നിഴൽ പോലെ. എനിക്ക് ഇദ്ദേഹത്തോട് ആരാധനയാണെന്ന് തുറന്നു പറയാൻ ഈ അവസരത്തിൽ എനിക്ക് മടിയില്ല. ഞാൻ എന്ത് ചെയ്യും? പക്ഷേ അലക്സിനെ വിളിച്ച് ഒന്ന് പറഞ്ഞാൽ മതി. ശരി, ഞാൻ അവന്റെ നമ്പർ തരാം. ഇതവനാ അലക്സ്. കേൾക്കൊള്ളു. അതേടാ, അത് നിനക്ക് വെച്ച കടിയാ. നീ അതിൽ കുടുക്കി ഞങ്ങൾ നിന്നെ. വിക്ടർ, വേണ്ട വേണ്ട വിക്ടർ, ഇവനെ അങ്ങനെ അങ്ങ് തീർക്കരുത്. ഞാൻ പറഞ്ഞ കേൾക്കില്ല. തീർക്കും ഞാൻ ഇവനെ. ഇവന്റെ കയ്യിൽ നിന്ന് തലനാരഴക്കാൻ നീ അന്ന് രക്ഷപ്പെട്ടത്. ഇവൻ മറ്റാരുമല്ല, എന്റെ മേരുടെ അനിയൻകുട്ടൻ. അഡ്വക്കേറ്റ് ലക്ഷ്മണന്റെ കഥ ഇതാ ഇവിടെ വരെ. ഇവിടെ തുടങ്ങുന്നു ഈ തോമസ് ജോർജ്. എന്റെ മേരിയുടെ അവസ്ഥ ഇനിയൊരു പെണ്ണിനുണ്ടാകില്ല, ഉണ്ടാകാൻ അനുവദിക്കില്ല ഞാൻ. നീ അനുഭവിക്കുന്ന ശിക്ഷ കണ്ട് ലോകം ഞെട്ടണം. ഇനി ഞാൻ വിധിക്കാൻ പോകുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ നീ തയ്യാറായിക്കോ. മൈലോഡ്, എന്റെ കക്ഷി ഒരേ ഒരു രാത്രി കൊണ്ട് എത്രമാത്രം മാനസിക പീഡനം അനുഭവിച്ചു എന്നുള്ളത് ഇവിടെ തുറന്നു പറഞ്ഞാൽ നമ്മുടെ സമൂഹം കുറുനരികളെ പോലെ ഓരിയിടും, കൂവും. ഞാൻ പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ഇതൊന്ന് പരിശോധിച്ചാൽ കോടതിക്ക് ബോധ്യപ്പെടും. ഒരു സിറ്റിങ്ങിന് ലക്ഷക്കണക്കിന് രൂപ ഫീസ് ചാർജ് ചെയ്യുന്ന ക്രിമിനൽ ലോയറായി മൂർത്തി സ്വാമി വാദിച്ചിട്ടുള്ള എല്ലാ കേസും ജയിച്ചിട്ടുണ്ട്. അതാ എന്റെ പേടി. മൈലോഡ്, ഇയാൾ സ്ത്രീകളുടെ രക്ഷകനായി കപടവേഷം കെട്ടി സ്ത്രീ സമൂഹത്തെ മുഴുവൻ വഞ്ചിക്കുകയായിരുന്നു. ദൈവം കൂട്ടിയിണക്കിയ പവിത്രമായ ഭാര്യ ഭർത്തൃബന്ധമെന്ന സ്നേഹച്ചരട് കീറി മുറിച്ച് ആ പ്രവൃത്തിയിൽ സ്വയം ആനന്ദം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്മണൻ എന്ന ഈ മാനസിക രോഗി. യെസ്, ഇയാൾ ഒരു മുഴു ഭ്രാന്തനായി മാറിയിരിക്കുന്നു. നോ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. യെസ്, ദാറ്റ്സ് എ പോയിന്റ്. ഇയാൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്തതൊക്കെയും അറിയാതെ. അതിനർത്ഥം ഇപ്പോൾ ലക്ഷ്മണനും സമ്മതിച്ചിരിക്കുന്നു താൻ മാനസിക നില തെറ്റിയ ഒരു രോഗിയാണെന്ന്. നീതിപീഠത്തിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഈ ലക്ഷ്മണൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിക്കണം. ഈ കേസ് അടുത്ത മാസം 21 മാറ്റിവെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള പുരുഷ മുന്നണിയുടെ പടക്കം കത്തിക്കൽ
മഹാമഹം ഇന്ന് 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ എതിരാളിയായ ലക്ഷ്മണന്റെ കട്ടയും പടവും അടങ്ങിയതിന്റെ സന്തോഷ പ്രകടനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും മടിക്കാതെ കടന്നു വരൂ, പടക്കം പൊട്ടിച്ച് ആഹ്ലാദിക്കൂ. ഹലോ, കേശവനാ? ശിവകാശിയിൽ പടക്കെടുക്കാൻ പോയത് നമ്മുടെ കേശവനാ. പടക്കത്തിന്റെ ലിസ്റ്റ് എല്ലാം കളഞ്ഞു. ഞാൻ സംസാരിക്കാം. അതെ, ഒരു 1000 മാലപ്പടക്കം, 1000 ഏറുപടക്കം, പിന്നെ അത് മുളകോടൊക്കെ 2000, വലിയ 1000, പിന്നെ കമ്പത്തിലെ പൂക്കുറ്റി നിന്റെ ഇഷ്ടം പോലെ. ഇങ്ങോട്ടെടുത്ത്. എന്റെ പൊന്ന് കേശവ, ഇവരൊന്നും പറയുന്നത് വാങ്ങിയില്ല എങ്കിലും വാണം വാങ്ങാൻ മറക്കരുത്. അത് എലിവാണം 1500. നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കല്ലേ, ഇഷ്ടം പോലെ സാധനം ഒരുക്കാണ്. എല്ലാരും എടുത്തു വെച്ച് അങ്ങോട്ട് കത്തിച്ചേ. മാനപ്പടക്കം പിടി അമിട്ടല്ല ഉണ്ട്, അങ്ങോട്ട് പൊട്ടിച്ച. എന്റെ തൊലിയൊക്കെ പുറത്തൊട്ടാതെ നോക്കണേ. എന്നെ എവിടെ കൊണ്ട് കുഴിച്ചാക്കാൻ പോണ. മകളാമണികളെ, നമ്മുടെ ശത്രു പ്രഹ്ലാദൻ വക്കീല് ഹോസ്പിറ്റലായതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ ഇവിടെ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പോകുന്നത്. വെറും ഒരു പീറ പെണ്ണിന് മുന്നിൽ തലകുനിക്കുന്നവരല്ല നമ്മുടെ ലക്ഷ്മണ വക്കീല്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ അദ്ദേഹത്തിന്റെ ദേഹത്ത് ഒരു നുള്ളും മണ്ണ് നുള്ളിയാണ് നമ്മൾ അനുവദിക്കത്തില്ല. എടുത്തു കഴിക്കോ. എന്റെ പ്രിയതമേ, നീ ഇല്ലാത്ത അവസ്ഥ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. ഊണിലും ഉറക്കത്തിലും എപ്പോഴും നിന്റെ ആ സുന്ദര രൂപം എന്റെ മുമ്പിലുണ്ട്. ആ പൂതന സാറാമേ, നീ എന്തിനു പേടിക്കണം? നിനക്ക് ഞാനുണ്ട്. പിന്നെ നിനക്ക് ഞാനൊരു ഉമ്മ തരട്ടെ. ഇത് എഴുതിയത് ഏതവനായാലും ഈ സാറാമ്മയുടെ കൈ കിട്ടിയാൽ ഇതുപോലെ ചുരുട്ടി കൂട്ടും. സത്യം പറ, നിങ്ങൾ ആരുടെ കട്ടിയാണി? നിന്റെയാണോ? അയ്യോ, പൊന്നുംകുറിച്ച് മുത്തപ്പനാണ് സത്യം. അത് ഞാനല്ല. അത് ഞാൻ ബൈക്ക് ഓടിക്കാനൊന്നും അറിയില്ല. അപ്പൊ മാനന്തേരിയാണോ? അയ്യോ, സത്യമായിട്ടും അല്ല സാറാമ്മച്ചെടുത്തി. എന്റെ കിട്ടിയവൻ ഇങ്ങനെ വൃത്തികെട്ട രീതിയൊന്നും അറിയത്തില്ല. അയാൾ കുടുംബത്തിൽ പറഞ്ഞവനാ. എന്തായാലും ഇവിടെ നിൽക്കുന്നവരാണ് പ്രാണേശ്വരന്റെ കത്താണിത്. ആരായാലും ഈ സാറാമ്മ കണ്ടുപിടിച്ചിരിക്കും. ഈ ജയിലിങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നതാ ഇതിനെല്ലാം കാരണം. ഇവിടെ ഞാനേ അനുവദിക്കത്തില്ല. ഞാൻ ശരിയാക്കിച്ചോളാം. എല്ലാരും പോയിട്ട് അവരുടെ പണി പോയി ചെയ്യാം. പോയി അച്ചാർ നിറയ്ക്കാൻ. ഹലോ, ശ്രീകണ്ഠാശ്ശേരിയല്ലേ? ഒന്ന് അച്ചാർ കമ്പനി വരെ എന്ന് പറഞ്ഞു. ഇവിടെ ഇത്തിരി പണിയുണ്ട്. നിനക്ക് തിരക്കാണ്, കൊല്ലാതെ ഒരുത്തരെ പറഞ്ഞു വിട്. പക്ഷെ ഇന്ന് തന്നെ വേണം. ശരി. ഇവിടെ നിർത്ത്. ആരാ? ശ്രീകണ്ഠ മേസ്ത്രി പറഞ്ഞിട്ട് വന്നതാ. അത് പറയണ്ടേ? അതല്ലേ പറഞ്ഞത്. അല്ല, ശരി, നല്ല പരിചയമുണ്ടല്ലോ. ഏയ്, എന്നെ പരിചയം കാണാൻ വഴിയില്ല. ഞാൻ ഈ സ്ത്രീകളോട് സംസാരിക്കാറില്ല. എന്താ എന്റെ പണി? ആ വശത്തെ ജയിലൊന്ന് ഇളയിക്കെടുക്കുക. ഒന്ന് ശരിയാ. ആ വശത്തെ സാറല്ലേ ആശാരിക്ക് ജയിലൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ചേട്ടാ, ജനൽ അവിടെയല്ല, ഇവിടെയാ. ഇവിടെ അല്ലേ? എവിടെയാ? ഇവിടെ. ഇതാണാ?
എടുത്തു തരാൻ ഇവിടെ ആരും ഇല്ലേ? ഇവിടെ വേറെ ആരും ഇല്ലേ? ഇതാ ചേട്ടാ ആണി. ഉളി വേണോ ചേട്ടാ? വേണമെങ്കിൽ ഞാൻ പറയാം. നിനക്ക് അവിടെ പണിയില്ലേ? അച്ചാർ ഞാൻ റെഡിയാക്കി, പാക്കിങ് നീയാ. ഇവിടെ ആള് വേണ്ടേ അല്ലേ ചേട്ടാ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പോകുന്നുണ്ടോ? ഇതോടെ കൊണ്ടുപോയിക്കോ. ഈ ചേച്ചിയുടെ ഒരു കാര്യം നിൽക്കാനും സമ്മതിക്കത്തില്ല. ആണി പിന്നെയും പോയല്ലോ. ആണി ഒന്നും ഇങ്ങെടുത്ത് തരുമോ? ജനല് വീണപ്പം അല്ല ആണി വീണപ്പം എടുത്തു തന്നപ്പം വീട്ടിൽ പോകാൻ തന്നെ വന്നത്, അല്ലാതെ ഇവിടെ താമസിക്കാൻ വന്നതൊന്നുമല്ല. എന്റെ പണി കഴിഞ്ഞ് ആണി തറ വീണത് എന്റെ കുറ്റോ? പൈസ എടുക്കണം. ചൂടാണെന്ന് എനിക്ക് എവിടെയാണ് പിഴച്ചത്? അമ്മയുടെ അവസ്ഥ മറ്റൊരു പെണ്ണിനും ഉണ്ടാവരുതെന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ. അച്ഛൻ്റെ ക്രൂരതകളൊക്കെ സഹിച്ച് എന്നെയും സുമിത്രയും വളർത്തിയില്ലേ? ഹോസ്പിറ്റലിൽ അമ്മ മരിക്കാൻ കിടന്നപ്പോൾ അച്ഛൻ മറ്റൊരു സ്ത്രീയോടൊപ്പം പോയി. ആ പ്രായത്തിൽ അന്നതൊക്കെ നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അവസാന സമയത്ത് അമ്മ പറഞ്ഞില്ലേ, എൻ്റെ ഈ വേദന മറ്റൊരു പെണ്ണിനും ഉണ്ടാവരുതെന്ന്. അതെനിക്ക് മറക്കാൻ കഴിയില്ല. അതിന്റെ ശക്തിയിലാണ് ഞാനിന്ന്. എനിക്ക് എന്റെ ഏട്ടന് വിശ്വാസം. അതുകൊണ്ട് ഓരോ കേസ് ഏറ്റെടുക്കുമ്പോഴും മനസ്സുകൊണ്ടെങ്കിലും ഞാൻ എന്റെ ഏട്ടന്റെ കൂടെ നിൽക്കണേ. പക്ഷെ സമൂഹത്തിന് മുന്നിൽ, സ്വന്തം ഭാര്യയ്ക്ക് മുന്നിൽ കുറ്റക്കാരനും തെറ്റുകാരനുമാണ് എന്റെ ഏട്ടൻ. ആരെന്ത് വേണമെന്ന് കരുതിക്കോട്ടെ, എന്നെക്കുറിച്ച് പുറത്തറിയാത്തൊരു സത്യമുണ്ട്. ഏത് സ്ത്രീ വിവാഹമോചനത്തിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നാലും അവരെ ഡൈവേഴ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാനേ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ വളരെ ഗുരുതരമായ പ്രശ്നമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ ആ കേസ് ഏറ്റെടുത്തിരിക്കും. അങ്ങനെയെങ്കിൽ ഏട്ടന് തെറ്റിയത് എവിടെയാ? എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. മേരി തോമസ് എൻ്റെ മുന്നിൽ വന്ന ആ ദിവസം. ഈ ഡൈവേഴ്സ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ബന്ധം കൂട്ടിച്ചേർക്കാനുള്ളതാണ് നിയമം, അല്ലാതെ പിരിക്കാനുള്ളതല്ല. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബന്ധം വേർപെടുത്താൻ കോടതി അനുവദിക്കും. സാർ പറഞ്ഞില്ലേ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഡിവോഴ്സ് അനുവദിക്കുമെന്ന്. എന്റെ അവസ്ഥ കേട്ട ഏത് കോടതി എനിക്ക് ഡിവോഴ്സ് തരും? എനിക്ക് ഉറപ്പാ. സ്വന്തം സുഖം തേടി പല സ്ത്രീകൾക്കൊപ്പം അഴിഞ്ഞാടി നടക്കുന്ന ഒരു പിശാച്. തോമസ്, എന്താ ഇത്? ഇതിനൊക്കെ എതിർത്ത് നിന്നതിന് എന്റെ താലി വലിച്ചു പൊട്ടിച്ചു, അടിച്ചു, ഇടിച്ചു. വീണ്ടും അടിച്ചും തീരാതെ വന്നപ്പോ ഇസ്ത്രീപ്പെട്ടി കൊണ്ട് പൊള്ളിച്ചു. യുവർ ഓണർ, ഈ നിൽക്കുന്ന തോമസ് ജോർജ് ചെന്നൈയിലെ ഒരു സ്വകാര്യ മെന്റൽ ഹോസ്പിറ്റലിൽ മറ്റാരും അറിയാതെ 2 വർഷം ചികിത്സയിലായിരുന്നു. അത് തെളിയിക്കുന്നതിനുള്ള ഡോക്ടറിന്റെ സാക്ഷ്യപത്രവും ചികിത്സാ വിവരങ്ങളുമാണ് ഇതിൽ. അന്ന് മേരിയുടെ അവസ്ഥ മനസ്സിലാക്കി കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കി തന്നെയാണ് മേരിക്ക് ഡൈവേഴ്സ് വാങ്ങിക്കൊടുത്തത്. എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ തെറ്റുകാരനല്ല. ആ തോമസ് ജോർജ് ഡൈവേഴ്സിന് ശേഷവും മേരിയെ ശല്യപ്പെടുത്തിയിട്ടുണ്ടാവും. അയാൾ കാരണമാണ് മേരി ആത്മഹത്യ ചെയ്തത്. ഇതവന. ഹലോ, തെറ്റുകൾ അനിയത്തിയോട് എണ്ണി പറഞ്ഞ് കുമ്പസരിക്കാണല്ലേ? പാവം, നല്ല കുട്ടി. ഫോൺ വിളിച്ച് ഉമ്മാക്കി കാണിക്കുന്നോടാ. നീ കാരണമാണ് മേരി ആത്മഹത്യ ചെയ്തത്. അത് ഞാൻ നിനക്ക് തെളിയിച്ചു തരാം. നീ തെളിയിക്കേ, പക്ഷേ അതിനു മുമ്പ് ഞാൻ എത്രമാത്രം അവളെ സ്നേഹിച്ചു നീ അറിയണം. എന്നെ ഭയമില്ലെങ്കിൽ വാ. ഭയമോ? എനിക്കോ? നീ പറയുന്നിടത്ത് ഇപ്പം ഈ നിമിഷം ഞാൻ വരാം. ഇത്ര വേഗം നീ വന്നോ? എന്റെ ശത്രുവാണെങ്കിലും ഇപ്പൊ എന്റെ വീട് തേടി വന്ന അതിഥിയാണ്. വാ.
ഇതെൻ്റെ ഒരു അടുത്ത സുഹൃത്താ. മേരി മരിച്ചപ്പോൾ ഇവൻ ഗൾഫിലായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ വിവരം അറിഞ്ഞു വന്നതാ. മേരി ജീവിച്ചിരുന്നപ്പോ ഈ തോമാച്ചൻ അവക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്നിട്ടും അവക്ക് ഇത് എന്നാ പറ്റിയെന്ന് കർത്താവ് തമ്പുരാന് മാത്രമേ അറിയൂ. ഒക്കെ ഒരു വക്കീലിന്റെ പണിയാ. ഈ ത്രേസ്യ കൊച്ചിന്റെ പ്രാക്കുള്ളിടത്തോളം കാലം അവൻ കുണം പിടിക്കത്തില്ല. അമ്മച്ചി ഒന്ന് അകത്തേക്ക് പോന്നുണ്ടോ? വന്നേ, ഓരോന്ന് പറഞ്ഞോണ്ട് വരും ആവശ്യമില്ലാതെ. ആ വാ. മേരി ഉള്ളപ്പോ അമ്മ ചേച്ചിക്കൊപ്പം കോയമ്പത്തൂരായിരുന്നു. പിന്നെ എനിക്ക് കൂട്ടിന് ആളില്ലാണ്ടായപ്പോ പെട്ടിയും കിടക്കെടുത്ത് ഇങ്ങോട്ട് പോന്നു. എന്താ ഇത് അന്തം വിട്ട പോലെ? കേറി വാ. ഇതായിരുന്നു എൻ്റെ മേരിയുടെ ലോകം. ഞങ്ങൾക്ക് കുട്ടികളില്ലാതിരുന്നതിനാൽ പുതിയൊരു പാവ കണ്ട ഉടൻ വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ പരിഭവമായി പിണക്കമായി. കൺസ്ട്രക്ഷൻ വർക്കുകളുടെ തിരക്ക് കാരണം ഞാൻ പലപ്പോഴും ബിസിയായിരിക്കും, സൈറ്റുകളിൽ നിന്നും സൈറ്റുകളിലേക്ക്. ഈ സമയങ്ങളിൽ മേരി പരിഭവം പറയുന്നത് ഇവറ്റകളോടാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ പാവകൾക്കും എൻ്റെ മേരിയുടെ കണ്ണീരിന്റെ ഗന്ധമുണ്ടാകും. ചിലപ്പോ കൊച്ചുകുട്ടികളുടെ സ്വഭാവം മേരിക്ക്. പെണ്ണുങ്ങൾ എന്നെ നോക്കുന്നതോ സംസാരിക്കുന്നതോ അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. ആദ്യം ചെറിയ ഉടക്കാവും, വഴക്കാവും. ഒടുവിൽ ഞാൻ ക്ഷമ പറഞ്ഞാൽ ഒക്കെ അവസാനിക്കും. ഒരിക്കൽ തമാശ പോലെ ഈ കാര്യം എൻ്റെ സുഹൃത്തും സൈക്കാട്രിസ്റ്റുമായ ശ്രീനാഥനോട് പറഞ്ഞു. അന്നാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. ദേ, എൻ്റെ മേരിയെക്കുറിച്ച് അനാവശ്യം പറയരുത്. തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല തോമസ്. ഇപ്പോൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് പേടിക്കാനൊന്നുമില്ല. ഇവിടെ 80% സ്ത്രീകളിലും ഇതുപോലത്തെ മാനസിക പ്രശ്നങ്ങളുണ്ട്. സ്വന്തം ഭർത്താവ് തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോവുകയും തനിക്ക് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിലുണ്ടാകുന്ന ഒരുതരം മാനസിക ഡിപ്രഷൻ, പിരിമുറുക്കം. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ മേരിക്ക് അല്പം കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞില്ല, അത് തന്നെയാ പ്രധാന കാരണം. ശ്രീനാഥ് പ്ലീസ്, എനിക്ക് എൻ്റെ മേരിയെ വേണം. റിലാക്സ് തോമസ്, റിലാക്സ്. ഇവിടെ വേണ്ടത് മരുന്നല്ല, തന്ത്രപരമായ സമീപനമാണ്. ഒരിക്കലും മേരി ഒരു മാനസിക രോഗിയാണെന്ന് അവൾ അറിയാൻ പാടില്ല. പകരം നീ ഒരു മാനസിക രോഗിയാണെന്ന് അവളെ ബോധ്യപ്പെടുത്തി മേരിയെ ചികിത്സിക്കുക. ഭർത്താവ് രോഗിയാണെന്ന തോന്നൽ കൊണ്ട് നിന്നോട് കൂടുതൽ സ്നേഹവും വാത്സല്യവും മേരി പ്രകടിപ്പിക്കും. ശ്രീനാഥ് പറഞ്ഞ പോലെ ഞാനൊരു മാനസിക രോഗിയാണെന്ന് മേരിയെ ബോധ്യപ്പെടുത്തി. മേരിയെ ചികിത്സിച്ചു. പിന്നെ സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. ഒക്കെ മാറിയെന്ന് ഞാൻ വിശ്വസിച്ചു. ഇതിനിടയിൽ എൻ്റെ പാർട്ട്ണറായ ഹരിദാസന് സുഖമില്ലാത്തതിനാൽ ചില ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒരാഴ്ച എനിക്ക് മേരിയെ പിരിഞ്ഞിരിക്കേണ്ടി വന്നു. തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടത് മറ്റൊരു മേരിയായിരുന്നു. തോമസ് വന്നോ? ഇയാൾ ഇന്നലെയാണല്ലോ വരുമെന്ന് പറഞ്ഞത്. വരാൻ പറ്റിയില്ല. പിന്നെ പുതിയ സൈറ്റിന്റെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായി. അത് ശരിയാക്കി വന്നപ്പോൾ താമസിച്ചു പോയി. എന്താ ഇത് പുതിയൊരു മണം? ഓ അതോ, അത് ഫ്ലൈറ്റിൽ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ 2 കിടില മദാമമാരുടെ ഇടയിലായി പോയി. ചിലപ്പോൾ അവരുടെ മണമായിരിക്കും. അപ്പൊ മദാമമാരും ഉണ്ടോ തന്റെ ലിസ്റ്റിൽ? ഓ എന്റെ കർത്താവേ, ഇവരുടെ ഒരു കാര്യം. എടി പൊട്ടി, ഇത് ഈ പെർഫ്യൂമിന്റെ മണമാ. തോമസ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന വെറും പൊട്ടിയല്ല ഈ മേരി. മേരിക്ക് എന്താ ആകെ ഒരു മാറ്റം? അല്ലെങ്കിൽ ഞാൻ വന്ന് കയറുമ്പോൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്ന ആളാ. മാറ്റം തോമസിനാ, മാറാൻ കഴിയാത്തതാ എന്റെ പ്രശ്നം. ആദ്യം ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറട്ടെ. പിടി. മേരിയുടെ പ്രശ്നങ്ങൾ ഇനി ഒന്നൊന്നായി ഞാൻ പരിഹരിച്ചു തരാം. തോമസ്, എന്താ ഇത്? ഹെയർപിന്നല്ലേ ഇത്? അതെ,
ഇത് തോമസിന്റെ പോക്കറ്റിൽ എങ്ങനെയാ വന്നത്? എനിക്ക് വേണ്ടി വാങ്ങിച്ചതാന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. ഇതാരോ ഉപയോഗിച്ചതാ. ആരാ ഇവള്? തോമസിന്റെ കൂടെ വന്ന പെണ്ണിന്റെ ഇത്. അവൾ ആരാ? പറയാതെ നിന്നെ ഞാൻ വിടില്ല. മേരി എന്തായി കാണിക്കുന്നത്? എന്താ ഇത്? ഞാൻ പറയുന്ന കേൾക്ക്. മേരി എന്ത് പറ്റി നിനക്ക്? മേരി ഞാൻ അറിഞ്ഞോളല്ലേ മോളെ. നീ എന്റെ താലി വലിച്ച് പൊട്ടിച്ചു അല്ലേ? നിന്നെ ഞാനൊന്ന് കൊല്ലുമെടാ. കൊല്ലുമെടാ ഞാൻ നിന്നെ. പിന്നെ ഞാൻ അവളെ കണ്ടത് വിവാഹമോചനത്തിന് വേണ്ടി സാറിനൊപ്പം കോടതിയിലാണ്. എന്താ സാറേ ഇത്? അരക്കുപ്പി തീർന്നു കഴിഞ്ഞു. സാർ കുടിച്ചു കുടിച്ച് മരിക്കാൻ പോവാണോ? അതിങ്ങ തന്നെ വിടറാ. ഇന്ന് ലക്ഷ്മണൻ കുടിക്കും. ഈ വലിയ മനുഷ്യനോട് ഇന്ന് ചിലതൊക്കെ പറയണം. ദ ഗ്രേറ്റ് മജിഷ്യൻ ഇൻ ദ കോർട്ട്, കോടതിക്കുള്ളിലെ മായാജാലക്കാരൻ അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ നമ്പ്യാർ. സാറിന്റെ മുമ്പിൽ ഈ ശിഷ്യൻ തോറ്റു. സാർ ആഗ്രഹിച്ചൊക്കെ വെറുതെയാ. ഇന്ന് ഞാൻ തോറ്റു. എന്റെ പ്രൊഫഷനിൽ മാത്രമല്ല, ജീവിതത്തിലും. ആനി ആഗ്രഹിക്കും പോലെ ഈ ഡൈവേഴ്സ് നടക്കണം. സാർ എന്തായി പറയുന്നത്? ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ലോ. മനഃപൂർവ്വമായാലും അല്ലെങ്കിലും തെറ്റ് തന്നെയാണ്. ഡൈവേഴ്സിന്റെ വേദന ഞാനും അറിയണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, എന്റെ ജീവിതത്തിൽ ആനിയല്ലാതെ മറ്റൊരു പെണ്ണുണ്ടാവില്ല. ആ ലക്ഷ്മണൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. മേരിയെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അവന് മനസ്സിലായി. സ്വന്തം തെറ്റവൻ തിരിച്ചറിഞ്ഞു തുടങ്ങി. പക്ഷേ പോരാ. ഞാൻ അഡ്വക്കേറ്റ് മൂർത്തിസ്വാമിയോട് പറഞ്ഞിട്ടുണ്ട്, കോടതി പടി പല പ്രാവശ്യം അവൻ കയറിയിറങ്ങണം, സ്വന്തം ഡൈവോഴ്സ് കേസിന് വേണ്ടി. ഒടുവിൽ നിനക്ക് അനുകൂലമായ വിധി തന്നെ ഉണ്ടാവും. ആനിക്ക് ലക്ഷ്മണൻ വക്കീലിൽ നിന്ന് വിവാഹമോചനം. ഒന്നെനിക്കിപ്പോ അറിയണം, എത്ര കാലം ഈ ഭാരവും പേറി ഞാൻ നടക്കണം? ആനി ഒക്കെ ഇറക്കി വെച്ച് എനിക്കൊന്ന് സ്വതന്ത്രയാവണം. ആ പഴയ ആനി ആവണം. ആനി താലി കെട്ടിയ പെണ്ണിനെ ആണായിട്ട് പിറന്ന ഒരു ഭർത്താവും തള്ളി പറയില്ല. നിന്നെ സ്നേഹം കൊണ്ട് പൊതിയും, തീർച്ച. എന്നോട് ക്ഷമിക്കൂ സർ. എനിക്ക് ഡിവോഴ്സ് വേണ്ട സർ. എനിക്ക് എന്റെ ചേട്ടൻ മതി. കുട്ടി പൊയ്ക്കോളൂ. ശരി സർ. സാറേ, ഇത് കൊടും ചതിയായി പോയി. എത്ര കഷ്ടപ്പെട്ടാണ് വളച്ചൊടിച്ച് കൊണ്ടുവന്നതെന്ന് അറിയാമോ? നീ കാണിച്ചാണ് ചതി. ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ മനസ്സിനെ പറ്റി നീ ചിന്തിച്ചോ? ഈ പങ്കജവലിയെ പിരിഞ്ഞ് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? അത് ഇല്ലല്ലേ. എല്ലാ ഭർത്താക്കന്മാരുടെ മനസ്സും ഭാര്യയെ പിരിഞ്ഞാൽ ഇതുപോലെ വേദനിക്കും. ഭർത്താക്കന്മാർക്ക് മാത്രമല്ല മനസ്സുള്ളത്, ഭർത്താക്കന്മാരെ പിരിഞ്ഞാൽ ഭാര്യമാർക്കും വേദനിക്കും. എന്തോ എനിക്ക് വിശ്വാസമില്ല. ഭാര്യമാരുടെ മനസ്സ് കരിങ്കല്ല് പോലെയാണ്. എത്ര സ്നേഹിച്ചാലും അവരത് തിരിച്ചറിയില്ല. ദേ വക്കീലേ, ഭാര്യമാരുടെ മനസ്സിനെ പറ്റി പറഞ്ഞ ഞാൻ സഹിക്കില്ല. ഞാൻ തെളിയിച്ചരാ വക്കീലിന് ഈ ഭർത്താക്കന്മാരെക്കാൾ സ്നേഹം ഭാര്യമാർക്കാണെന്ന്. അല്ല, ഇതാരാ? പങ്കജവല്ലി ഇങ്ങ് എത്തിയോ? അല്ല, ലക്ഷ്മണ വക്കീൽ ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, സത്യവാൻ ചേട്ടനെ കളഞ്ഞിട്ട് വന്നതല്ല ഞാൻ. പിന്നെ അച്ചാർന്ന് പറഞ്ഞാൽ ചേട്ടന് ജീവനാ ചേച്ചി. അച്ചാറുണ്ടാക്കാൻ എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? അത്രേ ഉള്ളൂ. മീനാക്ഷി കൂട്ടിൽ അതിന് ബെസ്റ്റ്. മീനാക്ഷി, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ശരി മാഡം. അയ്യോ, സമയം പോയി. ഇന്നേ സ്ത്രീവർഗ ശക്തിയുടെ മീറ്റിംഗ് ഉള്ളതാ. പോട്ടെ. എന്താ അച്ചാറുണ്ടാക്കാനാ പഠിക്കേണ്ടത്? അച്ചാറുണ്ടാക്കാനൊന്നും എനിക്ക് പഠിക്കണ്ട. ഒരു അത്യാവശ്യ കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ ഇങ്ങോട്ട് വന്നേ. ഓ, ഇതങ്ങോട്ട് മാറ്റി വെക്കേ.
മീനാക്ഷിയുടെ ചേട്ടനെ കണ്ടിരുന്നു. നീ പോയതിന് നല്ല വിഷമമുണ്ട്. ഒരു കത്ത് തന്നു വിട്ടിട്ടുണ്ട്. കത്തോ? എനിക്കോ? അയ്യോ, വായിച്ചു വായിച്ചു. ദേശമേ, മറ്റാരും ഇതറിയരുത്. ഞാൻ നിന്റെ ആളെ കണ്ടിരുന്നു. ആശാനം ഉണങ്ങി ഈർക്കില് പോലെ ആയിപ്പോയി. ദാ, ഇത് നിനക്ക് തരാൻ പറഞ്ഞു. എനിക്കും ചേച്ചി, ദാ ചേച്ചിക്ക് കത്തുണ്ട്. എന്താ അയച്ചു നോക്ക്. ദാ, എനിക്കും. എല്ലാരും നിങ്ങൾ വന്നേ വന്നേ. നിങ്ങൾക്കൊരു കത്തുണ്ട്. പോസ്റ്റ്മാൻ തന്നുവിട്ടതാ. അയ്യോ, അത് ഇവിടെയല്ല, അവിടെ അവിടെ. മുള കരഞ്ഞ് പാകമായിട്ടില്ല. അതിനു മുമ്പ് ഗ്രൈൻഡർ ഓഫ് ചെയ്തു. ഇത്രയും നേരം നിങ്ങളൊക്കെ എവിടെയായിരുന്നു? മീനാക്ഷിയുടെ കയ്യിൽ എന്താ അത്? അത് ഒരു കവിതയാ സാർ. ഞാൻ എഴുതിയതാ. കവിതയോ? അപ്പൊ സുമലതയുടെ കയ്യിൽ എന്താണ്? ഇത് എന്റെ കവിതയാ. എന്റെ ദൈവമേ, അച്ചാർ കമ്പനി മുഴുവൻ കവയത്രികളെ കൊണ്ട് നിറഞ്ഞോ? ഇനിയിപ്പോ അച്ചാറിന് പകരം ഓരോ കവിത കുപ്പിയിൽ പാക്ക് ചെയ്ത് വിട്ടാ മതി. നിങ്ങൾ ഇങ്ങനെ കവിത എഴുതിയാൽ എന്റെ കച്ചവടം പോകും. ആ ജനൽ 2 ദിവസം മുമ്പ് ശരിയാക്കിയതല്ലേ? ശരിയാക്കിയതാ, പിന്നെ ഇളകി. ജനല് മാത്രമല്ല, പലതും ഇളകി തുടങ്ങി. വേഗം ഒരു ആശാരിയെ വിളിച്ച് ശരിയാക്കാൻ ആ സാറാമ്മയോട് പറയണം. പിന്നെ ആ പഴയ ആശാരി മതി. ഒരാൾ ചെയ്ത് ശരിയായില്ലെങ്കിൽ അയാളെ കൊണ്ട് തന്നെ വീണ്ടും അത് ശരിയാക്കണമെന്നുള്ളതാണ് എന്റെ രീതി, അല്ലേ? ആ എന്തു പോയിന്നാ? ഈ കത്ത് എഴുതി വെച്ചിട്ട് അവള് പോയി സാറേ. ആ മീനാക്ഷിയില്ലേ, ആനടിക്കാൻ വന്നോണ്ട് പോയി. ചതിച്ചോ? അങ്ങ് പോട്ട് സാറാമേ. പോട്ടെന്നോ? ആ വൃത്തികെട്ടവനോട് പോകാൻ നമുക്ക് എങ്ങനെ തോന്നി? ആ വൃത്തികെട്ടവൻ മീനാക്ഷിക്ക് നല്ലവനാ. അവര് സുഖമായിട്ട് ജീവിക്കട്ടെ. അവള് പോയത് അവളുടെ ഭർത്താവിന്റെ കൂടെ. അപ്പൊ ബോധം കെട്ടില്ലേ? സോറി, ഞാൻ വിചാരിച്ചു ബോധം കെട്ടത് കെട്ടിപ്പിടിച്ചു. ആനി, ആനി, വേഗം പൊയ്ക്കോളൂ. ആനി, ആനി. ആനി പ്ലീസ്. ഞാൻ ശല്യപ്പെടുത്താൻ വന്നതല്ല. ചെയ്ത തെറ്റിന് ആനി തന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. മത്സരിക്കാൻ ഞാനില്ല. പക്ഷെ ഈ ജീവിതത്തിൽ ലക്ഷ്മണന് നീയല്ലാതെ മറ്റൊരു പെണ്ണുണ്ടാവില്ല.
എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഡൈവേഴ്സ് കോടതി സ്വീകരിക്കുന്നത് വരെ അവൾ എന്റെ ഭാര്യ. വേണ്ട, അവനെ വിട്ടേക്ക് വിക്ടറെ. അർദ്ധപ്രാണനായി നിൽക്കുന്ന ശത്രുവിനോട് പടപൊരുന്നവൻ ആണല്ല. പാവം, കേരളം മുഴുവൻ അറിയപ്പെടുന്ന ലക്ഷ്മണൻ വക്കീലിന്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? തോൽക്കുമെന്ന് ഉറപ്പായപ്പോ ഒരു പെണ്ണിന്റെ പിന്നാലെ നടന്നിങ്ങനെ ദയയാചിക്കാൻ നിനക്ക് നാണാവില്ലേ? അവളോട് ദയയാചിക്കാൻ വന്നതല്ല ഞാൻ. ഈ ഡൈവേഴ്സ് എനിക്ക് പൂർണ്ണ സമ്മതമെന്ന് അറിയിക്കാൻ വേണ്ടി വന്ന. ഞാൻ ചെയ്തു പോയത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് എന്നെ ഞാൻ തന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. അതല്ലാതെ ലക്ഷ്മണൻ ജയിക്കണമെന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചിരുന്നെങ്കിൽ എങ്ങനെയും ഞാൻ ജയിച്ചിരിക്കും. എതിരെ നിൽക്കുന്ന ശത്രുവിന്റെ വലിപ്പം കണ്ട് അന്താളിക്കുന്നവനല്ല ലക്ഷ്മണൻ. മറിച്ച് ഏതടവും പയറ്റി എതിരാളിയെ തറപറ്റിക്കുന്നവനാ. ഒരാനയെ തറപറ്റിക്കാൻ ചിലപ്പോ ഒരു കട്ടുറുമ്പ് വിചാരിച്ചാലും മതി സ്വാമി. അവിടെ വയ്ക്കേ. മാലതി, സരളേ, ഓട്ടോ വന്നു. അച്ചാർക്ക് എടുത്തോണ്ട് കൊടുക്കാം. നമസ്കാരം. നമസ്കാരം. അല്ല, നമ്മുടെ ശരവണൻ എവിടെ? ശരവണൻ ഗൾഫിൽ പോയില്ലയോ? പിന്നെ ഓട്ടോ ഞാൻ എന്റെ സുഹൃത്ത് കൂടെ ഇങ്ങ് വാങ്ങിച്ചു. നമസ്കാരം. ചുളു വിലക്ക് കിട്ടിയപ്പോ ഞങ്ങൾ നിങ്ങൾ വാങ്ങിച്ചു. എന്നാലും ശരവൺ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അവനെ ഒന്ന് വിളിക്കട്ടെ. അല്ല, വിളിച്ചാലും കോള് ഞങ്ങളെ എടുക്കും. ആ മൊബൈലും ഞങ്ങൾ ഇങ്ങ് വാങ്ങിച്ചു. സത്യം. ആ മൊബൈൽ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. ശരവൺ ഇപ്പൊ റോമിലാ. അല്ല, റോമിങ്ങിലാണ്. അതെ, കൊച്ചമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അച്ചാറ് കൊടുക്കേണ്ടത് എവിടെയാണെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടാ ശരവണ പോയതേ. നോക്ക് നോക്ക്. മാലതി, എന്താ നോക്കാൻ? ആയി നോക്കി നിൽക്കുന്നു. എന്നെ വിളിച്ചോ? നിന്നെയാ. എടി സുമലതേ, what nonsense going on? നീ ഒന്നും ആളുകളെ കണ്ടിട്ടില്ലേ? കൊണ്ടുവെക്കണേ അച്ചാർ പാക്കറ്റ്. കൊള്ളാന്ന് ഓർത്താണെങ്കിലും വേണ്ടുകയില്ല. ഞാൻ വരട്ടെ. പാട്ട് പാടിച്ച ഇപ്പൊ സാറിന്റെ മുന്നിൽ ഇരിക്കുന്നത് പഴയ മേരിയല്ല. ഇന്ന് എനിക്ക് ഒന്നും ചെയ്യാനില്ലെന്ന വിഷമമില്ല. ഞാൻ അക്ഷരങ്ങളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഇത് മഹിളാദീപം മാഗസിനിൽ ഞാൻ എഴുതിയ ആർട്ടിക്കിളാ. ഗുഡ്. അപ്പോ വക്കീൽ പറയുന്നത്? അതെ, മേരി ആത്മഹത്യ ചെയ്യില്ല. മേരിക്ക് അതിന് കഴിയില്ല. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. മനസ്സിന്റെ സമാധാനമേറ്റ പെണ്ണ അവള്. ആയിരിക്കാം, അല്ല, ആണ്. പക്ഷെ ഈ മാഗസീനിലെ ആർട്ടിക്കിൾ വ്യക്തമായി വായിച്ചാൽ മറ്റൊന്ന് മനസ്സിലാവും. മനസ്സിന്റെ സമനില തെറ്റിയ ഒരാൾക്ക് എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം എന്ന് എഴുതിയിട്ടുണ്ട് മേരി. മനുഷ്യ മനസ്സിന്റെ വ്യതിയാനങ്ങളെക്കുറിച്ച് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന മേരിക്ക് അറിഞ്ഞുകൊണ്ട് ആ തെറ്റെങ്ങനെ ചെയ്യാൻ കഴിയും? പറയൂ തോമസ് ജോർജ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടി വരും. ഒരുപക്ഷെ പറ്റിപ്പോയൊരബദ്ധം, അല്ലെങ്കിൽ മേരി പ്രതീക്ഷിക്കാത്ത ഒരു അപകടം. ഒന്നുറപ്പാ, മേരിയുടെ മരണം അവൾക്ക് പോലും നിശ്ചയമില്ലായിരുന്നു. എനിക്ക് മറ്റൊന്നും അറിയത്തില്ല. ഈ വേളാർ കയത്തിലെ പാറക്കൂട്ടങ്ങളുടെ ഇടയ്ക്ക് ചീഞ്ഞളിഞ്ഞ് കിടക്കുകയായിരുന്നു മേരിയുടെ ജനം. ഒരു വർഷം ഈ കയത്തിൽ എത്ര പേര് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നറിയോ? അറിയാം. പക്ഷേ മേരി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ച്
വീട്ടിൽ നിന്നും ഏകദേശം 64 കിലോമീറ്റർ ദൂരെ ഇതിനിടയിൽ വേറൊരു സ്ഥലവുമില്ലാത്തതുപോലെ വേളാർക്കയത്തിൽ തന്നെ ചാടി ആത്മഹത്യ ചെയ്യണമെന്ന് ഉറപ്പിച്ചതുപോലെ എന്തോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട്. അതിന്റെ അർത്ഥം സ്വാഭാവിക മരണം, അല്ലെങ്കിൽ ഒരുപക്ഷേ കൊലപാതകവുമാകാം. അങ്ങനെയെങ്കിൽ ആര്, എന്തിന്? അത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളാണ്. ടോർച്ചടിച്ച് കളിക്കണേ. നിനക്ക് വല്ലതും പറ്റിയോടാ? ഏയ്, പേടിക്കാനൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ല. നേരെ ഇരുട്ടി തുടങ്ങിയ പിന്നെ മദ്യം വെച്ച് ലക്കായിട്ട് നടക്കന്നെ. ഒരു നെല്ലിയുടെ വ്യത്യാസത്തിലാണ് നീ രക്ഷപ്പെട്ടെന്ന് ബാറിന് മുന്നിൽ കണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു. ശരിയാ ഹരി, ചിലപ്പോ മദ്യത്തിന്റെ ലഹരിയിൽ തോന്നിയതാവും. ആ കാർ മനഃപൂർവ്വം എന്നെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ച പോലെ. നിനക്കാരാടാ അതിന് ശത്രുക്കള്? മദ്യം വെച്ച് ലക്കായിട്ട് നീ തന്നെ ആ വണ്ടിയുടെ കീഴിൽ ചെന്ന് വീണതായിരിക്കും. ചിലപ്പോ ആയിരിക്കാം. ഇന്നലെ അല്പം ഓവറായി പോയി. നീ കുടിച്ചു കുടിച്ച് നശിച്ചോ? സോറി, പ്രോമിസ്, ഇനി ഞാൻ കുടിക്കില്ല. ആ പിന്നെ, നമ്മുടെ പുതിയ സൈറ്റിന്റെ പണി എവിടം വരെയായി? ഹോ, എന്താവാൻ, നിനക്കൊന്നും അറിയണ്ടല്ലോ. ഒക്കെ എന്റെ തലയിലല്ലേ. വരുന്ന 19ന് ഓപ്പൺ ചെയ്യാനുള്ള ബിൽഡിങ്ങാ. കാശിന് ഇത്തിരി ടൈറ്റ് വന്നപ്പോ വിചാരിച്ച പോലെ പണി നടന്നില്ല. എന്തായാലും അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ ഓപ്പൺ ചെയ്തേ പറ്റൂ. അതിനുവേണ്ടി കാശ് അറേഞ്ച് ചെയ്യുന്ന തിരക്കിലാ. നിനക്കിങ്ങനെ ഹരി, നീ ഒറ്റയ്ക്ക് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? എനിക്കൂടി വേണ്ടിട്ടല്ലേ നീ ഇങ്ങനെ? അതൊന്നും സാരമില്ലടാ, നമ്മൾ തമ്മിൽ അങ്ങനെയാണോ? നീ പോയിക്കോ, കാര്യങ്ങൾ നടക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ നിനക്ക് കാശിന് വല്ല ആവശ്യമുണ്ടോ? ഇല്ല, ഇപ്പൊ എന്റെ കാശുണ്ട്, വേണേ ഞാൻ ചോദിക്കാം. എന്നാ നീ ഇറങ്ങിക്കോ. എന്താവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ എത്തിക്കൊള്ളാം. ഓക്കെ ഓക്കെ. അതാരാ? അത് ഹരിദാസ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ബിസിനസ് പാർട്ട്ണർ. എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ഒരേ ഒരു സുഹൃത്ത്. എന്താ, ഹരി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്, 2 പ്രാവശ്യം. ഒന്നിപ്പോൾ ഇവിടെ വെച്ച് തോമസിന്റെ ആത്മമിത്രമായിട്ട്, 2 എൻ്റെ ഓഫീസിൽ വെച്ച് തൻ്റെ ഭാര്യ മേരിയോടൊപ്പം. മേരിക്ക് ഡൈവേഴ്സ് വാങ്ങിക്കൊടുക്കണമെന്ന് എന്നോട് അപേക്ഷിക്കാൻ. എന്നെ അയാൾ കൊല്ലും. പ്ലീസ്, ഈ ജീവനെങ്കിലും എനിക്ക് ബാക്കി വേണം. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. നമുക്കിനി കോടതിയിൽ വെച്ച് കാണാം. താങ്ക് യു സാർ. നോ, ഇത് ഞാൻ വിശ്വസിക്കില്ല. വേണ്ട, എന്നെ വിശ്വസിക്കണ്ട. മനസ്സിലാകണമെങ്കിൽ ഒന്നും സംഭവിക്കാത്ത ഭാവത്തിൽ അവകാശം പറഞ്ഞ് പഴയതുപോലെ ഹരിയെടുത്തൊന്ന് പോയി നോക്ക്. അപ്പുറത്ത് പോ, അപ്പുറത്ത്. എക്സ്ക്യൂസ് മീ, ഈ സൈറ്റ് സൂപ്പർവൈസർ ഉലഹന്നാൻ. ഉലഹന്നാനൊക്കെ എന്നേ പോയി. ഞാനാ ഇപ്പൊ ഇവിടുത്തെ സൂപ്പർവൈസർ. എന്താ പേര്? ഞാൻ ശ്രീഹരി. സാറാരാ? നിങ്ങളുടെ ബോസിനെ ഒന്ന് കാണാൻ വന്നതാണ്. സാറിന്റെ പേര്? തോമസ് ജോർജ്. സാറ് മുകളിലുണ്ട്. പ്ലാനിൽ ഈ പോർഷൻ ചേഞ്ച് ചെയ്യാൻ എത്ര പ്രാവശ്യം പറയണം? സർ, ഇത് കോർപ്പറേഷൻ അപ്രൂവ് ചെയ്ത പ്ലാനാണ്. സർ, അപ്രൂവൽ ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിരുന്നു. അപ്രൂവൽ മണ്ണാങ്കട്ട. ഏത് നഗരത്തിലായാലും ശരി, ഈ നാഗരാജന് തോന്നുന്ന പോലും കെട്ടിപ്പോക്കും. ഏത് കോർപ്പറേഷൻ തരും എന്റെ ബിൽഡിങ്ങിന് അപ്രൂവൽ? അതിന് ഏതൊക്കെ വഴിയെ എങ്ങനെയൊക്കെ പോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. സോറി സർ, ഇപ്പൊ തന്നെ മാറ്റിയേക്കാം. എന്താ ഹരി,
ഹരിദാസിനെ ഒന്ന് കാണും. രാവിലെ മുതൽ ഹരി അന്വേഷിച്ചെന്ന 6ാമത്തെ ആളാ. എന്റെ കഷ്ടകാലത്തിന് തുടങ്ങിയതാ അവനുമായിട്ടുള്ള കാശിടപാട്. പലപ്പോഴായി വാങ്ങിയ കാശ് ഒരു മുതലായപ്പോ എനിക്ക് മുതലുമില്ല പലിശയില്ല. പിന്നെ ഇതൊക്കെ ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുത്തു. എന്നെ പോലെയാണോ നിങ്ങളും? ഇല്ല, ഹരി എന്റെ സുഹൃത്താണ്. സാർ വണ്ടി ശരിയാക്കിയിട്ടുണ്ട്. ശരി ശരി. വെരി ഗുഡ്. നീ ആള് കൊള്ളാമല്ലോ. ഒന്ന് മൂപ്പിക്കാൻ പറഞ്ഞപ്പോ അങ്ങ് കൊഴുപ്പിച്ച് കളഞ്ഞല്ലോ. അങ്ങനെയൊന്നും ഇല്ല സാർ. അവൻ താഴെ എത്തിയത് ശ്രീഹരി അറിയിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എല്ലാം കുഴഞ്ഞന്. വെൽ ഡൺ മൈ ബോയ്. താങ്ക് യു സാർ. സാറ് പറഞ്ഞതൊക്കെ ഞങ്ങൾ ചെയ്ത് ശീലിച്ചിട്ടേ ഉള്ളൂ. അല്ല, അയാൾ ആരാ സാറേ? എന്റെ ആത്മമിത്രം, ബിസിനസ് പങ്കാളി. ഇപ്പോഴല്ല, അത് പഴയ കഥ. മണ്ണുവാരി കളിച്ചു തുടങ്ങിയതാ അവനുമായിട്ടുള്ള ബന്ധം. അവന് വേണ്ടി തോൽക്കാൻ ഈ ഹരിദാസ് വേണമായിരുന്നു എന്നും. പക്ഷേ തോൽക്കുന്നവന്റെ വേദന അനുഭവിച്ച് ഞാൻ ഒരുപാടങ്ങ് മാറി. ഒടുവിൽ ഒരുമിച്ച് നടത്തുന്ന ബിസിനസ്സുകളിലും ഹരിദാസ് നോക്കുകുത്തിയായി നിൽക്കെ അവൻ പടവുകൾ കയറി തുടങ്ങിയപ്പോ എന്റെ ചങ്ക് പിടഞ്ഞു. പിന്നെ തോമസ് ജോർജ് എന്ന പടക്കുതിരയ്ക്ക് അവന്റെ ഭാര്യ മേരിയെ കൊണ്ട് ഞാൻ ലാടം കെട്ടിച്ചു. തോമസിന് ജീവനായ മേരിക്ക് മുന്നിൽ അവന്റെ യാത്രകളും ബിസിനസ് തിരക്കുകളും ദുർനടപ്പുകാരനായ ഭർത്താവിന്റെ ഭാവം നൽകി. മേരി അത് വിശ്വസിച്ചു. ഞാൻ വിശ്വസിപ്പിച്ചു. ചെന്നൈയിൽ നിന്നും മടങ്ങിയെത്തി തോമസ് വന്നത് ആദ്യം എന്നെ കാണാനായിരുന്നു. ഹരി, നിനക്ക് എങ്ങനെയുണ്ടടാ? ആ 2 പിൻ, 2 ഹെയർ പിൻ കൊണ്ട് ഞാൻ അവരെ പിരിച്ചു. അവൾ അവനെ വിട്ടുപോയപ്പോ തോമസ് തകർന്നു. പിന്നെ എല്ലാം എന്റെ കയ്യിലായി. ഇപ്പൊ കാണുന്നതൊക്കെ ഹരിദാസിൻ്റെത് മാത്രമായി. ഇനി പഴയ ബന്ധം പറഞ്ഞു വന്നാ ആട്ടി ഓടിക്കും ഞാൻ, തെരുവ് പട്ടിയെ പോലെ. ഹരി, നീ ഇപ്പൊ എവിടെയാ? എന്താ തോമസ്? ഞാൻ സിറ്റിയിൽ തന്നെ ഉണ്ട്. ഹരി, എന്തിനാ നീ എന്നോട് അതൊക്കെ മറച്ചു വെച്ചേ? മറച്ചെന്നു? എന്താ നീ പറയുന്നത്? ഇത്രയും സാമ്പത്തിക ബാധ്യതകൾക്ക് നടുവിലാണ് നീ എന്ന് ഇന്ന് സൈറ്റിൽ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞേ. സോറിടാ, എന്നെ കൊണ്ടാവുന്നത്ര ഞാൻ ശ്രമിച്ചു. പക്ഷേ എപ്പോഴും എന്റെ പിടിവിട്ട് പോയടാ. സാരമില്ല, പോയത് പോട്ടെ. പിന്നെ നീ ഇന്ന് ഫ്രീ ആണോ? ആ അതെ. എന്താടാ? ഇന്ന് മേരിയുടെ ആണ്ടാണ്. നീ എൻ്റെ കൂടെ ഒരെണ്ണം വരെ വരണം. എന്താടാ ഇത്? പെരുമഴയത്തെങ്ങനെ? ഞാനും മേരിയും കൂടെ പഴയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒന്നും അറിഞ്ഞില്ല. അല്ലേ മേരി? നീ എന്തൊക്കെ ഈ പറയുന്നത്? നിന്റെ കാര്യമാ കൂടുതൽ അവൾ പറഞ്ഞു. എന്റെ കാര്യമോ? എന്റെ കാര്യം മേരി എന്ത് പറയാൻ? അന്ന് എന്നെ കൊണ്ടുള്ള വേദന സഹിക്കാൻ വയ്യാതായപ്പോ മേരിക്ക് ആശ്വാസമായത് നിന്റെ വാക്കുകളാണ്. അവളെ ലക്ഷ്മണ വക്കീലിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയത് നീയല്ലേ? ഞാനോ? നീ എന്താ ഈ പറയുന്നത്? പിന്നെ മരിച്ചുവെങ്കിലും പഴയതൊക്കെ നല്ല ഓർമ്മയാ അവക്ക്. പക്ഷെ എങ്ങനെ മരിച്ചു എന്ന് മാത്രം എത്ര ചോദിച്ചിട്ടും പറഞ്ഞില്ല. നിനക്കതറിയാം അല്ലേ? നിനക്ക് മുഴുവട്ടാ. ഞാൻ പോവാ. പറയാൻ നിന്നെ ഞാൻ വിടില്ല. എന്റെ മേരി മരിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ വിടും.
തോമസ് നീ കളിക്കില്ലേ? മേരി ആത്മഹത്യ ചെയ്തത് ആ വക്കീലെ കാരണമാ. ആ ലക്ഷ്മണൻ അവളെ കൊന്നത്. അവനെ എന്റെ മുന്നിൽ കിട്ടിയ ഞാൻ തെളിയിച്ചേരാം. എന്നാ തെളിയിക്കണം മിസ്റ്റർ ഹരിദാസ്. നീ കാരണമാ ഇവന്റെ മേരി ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യയാണെന്ന് എങ്ങനെ തറപ്പിച്ച് പറയാൻ കഴിയും? അപ്പോൾ താൻ ഉണ്ടായിരുന്നോ മേരിയുടെ കൂടെ? അപ്പോ നീ അവളെ കൊന്നതല്ലേ? എനിക്ക് നേട്ടമുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനത് ചെയ്തേനെ. മേരിയെ കൊന്നാൽ എനിക്കെന്ത് ലാഭം? ഡൈവേഴ്സ് വാങ്ങിക്കൊടുത്തപ്പോ മേരിയുടെ കയ്യിൽ നിന്ന് എനിക്ക് കാശ് കിട്ടി. പിന്നെ ഞാൻ എന്തിന് മേരിയെ കൊല്ലണം? അപ്പോ അത് മേരി ആത്മഹത്യ ചെയ്തതാ തോമസ്? ഇല്ല, മേരിയെ കൊന്നാൽ നിനക്ക് പലതും കിട്ടും. പറയടാ. തോമസ്, ഇവൻ രക്ഷപ്പെടാൻ പറയുന്നതാ. മേരിയെ കൊന്ന എനിക്ക് എന്ത് കിട്ടാൻ? എന്ത് കിട്ടിയെന്ന് നിന്റെ ഈ നാവുകൊണ്ട് പറയുന്നത് ഞാൻ കിട്ടും. ഇനി ആ സത്യം നീ പറഞ്ഞേ മതിയാവൂ ഹരിദാസ്. മേരി മരിച്ചത് എങ്ങനെ? തോമസ്, എനിക്കറിയില്ല. പറയടാ. അടുക്കരുത്, അടുത്ത കൊന്നുകളയും ഞാൻ. അതേടാ, ഇനിയും നിന്റെ മുന്നിൽ തോൽക്കാൻ എനിക്ക് മനസ്സില്ല. എനിക്ക് നിന്നെ ജയിക്കണം. ഇത് ഞാൻ ജയിക്കാൻ വേണ്ടി കളിച്ച കളിയാടാ. നീ എന്നോട് ക്ഷമിക്ക. എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ വേറെ വഴിയില്ലടാ. അതിനുവേണ്ടി കരുതിക്കൂട്ടി തന്നെയാ നിന്റെയും മേരിയുടെയും മുന്നിൽ ഒരു രക്ഷകനായി മാറി മാറി ഞാൻ കളിച്ചത്. ഈ ലക്ഷ്മണൻ വക്കീലിനെ കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിച്ചത്. അന്ന് നിന്റെ മേരി എന്നെ തേടിയെത്തി വേളാർക്കയത്തിനടുത്ത്. ഹരി, പ്ലീസ്. തോമസ് ഇല്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല. നീ പറയുന്നതൊക്കെ കേട്ടിട്ടാ, വിശ്വസിച്ചിട്ടാ എനിക്കിപ്പോ ആരും ഇല്ലാണ്ടായി പോയത്. ശിവ, അവന് നിന്നോട് വെറുപ്പാ. നിങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരില്ല. അവന്റെ മനസ്സ് എനിക്കറിയാം. ഇല്ല, തോമസിന് എന്നെ വെറുക്കാനാവില്ല. ഞാനൊരു അമ്മയാവാൻ പോകുന്നു ഹരി. എന്റെ വയറ്റിൽ വളരുന്നത് തോമസിന്റെ കുഞ്ഞാ, അവന്റെ ജീവനാ. പ്ലീസ്, എത്രയും വേഗം തോമസിന്റെ അടുത്ത് എന്നെ കൊണ്ടുപോകണം. ഇത് വലിയ കഷ്ടമല്ലോ. ഒരു പ്രോജക്റ്റിന് സൈറ്റ് നോക്കി ഇറങ്ങിയതാ ഞാൻ. എന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് ശല്യം ചെയ്യരുത്. അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് നാളെ ഏറെയായി. ഇനി എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. ഇന്നലെ നിന്റെ ഒപ്പം തോമസിനെ കണ്ടവരുണ്ട്. പറയടാ, എവിടെയാടാ അവൻ? എന്താ മേരി, എന്നെ വിട്. പറയടാ. ആരെങ്കിലും കാണും. എല്ലാരും കാണട്ടെ. എന്റെ തോമസ് എവിടെയുണ്ടെന്ന് പറയാതെ നിന്നെ ഞാൻ വിടില്ല. പറയടാ. വിട് മേരി. എന്റെ തോമസ് എവിടെയുണ്ട്? അതേടാ, മരണം എന്റെ കയ്യിൽ നിന്ന് മേരി എരന്നു വാങ്ങിയതാ. ഒക്കെ നീ മനസ്സിലാക്കുന്ന കരുതിയപ്പോ നിന്നെയും തീർക്കാൻ ഞാൻ തീരുമാനിച്ചതാ. അന്ന് തെല്ലിയുടെ വ്യത്യാസത്തിനാണ് നീ രക്ഷപ്പെട്ടത്. പക്ഷെ ഇന്നിപ്പോ എന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടില്ല. നീ മാത്രമല്ല, ഇവരും. എനിക്ക് തോൽക്കാൻ മനസ്സില്ലടാ. നീ ജയിക്കില്ല ഹരിദാസ്. തോമസിനെയോ എന്നെയോ കൊന്നതുകൊണ്ട് നീ ജയിക്കില്ല. നീ കൊന്നത് ഒന്നല്ല, 2 ജീവനെയാണ്. അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ മതിയാവും. ഇവിടെ നീ തോൽക്കും ഹരിദാസ്. നീ എന്റെ കുഞ്ഞിനെ കൊന്നല്ലടാ. നീ എന്റെ മേരിയെ കൊന്നല്ലടാ.
അറിയാതെയാണെങ്കിലും സമൂഹം എനിക്ക് ചാർത്തിത്തന്ന ഡൈവേഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്ന അലങ്കാരം നിലനിർത്താൻ ഞാൻ ശ്രമിച്ചു. ഏറ്റെടുക്കുന്ന എല്ലാ ഡൈവേഴ്സ് കേസുകളും ജയിപ്പിക്കണമെന്നുള്ളൊരു വാശി, വിജയമെന്ന ലഹരിക്ക് അഡിക്റ്റായി മാറുകയായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് ആ അലങ്കാരം ഒരു മുൾക്കിരീടമായിരുന്നെന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്നത് എൻ്റെ ഭാര്യ തന്നെയാണ്. ആനിയും അഡ്വക്കേറ്റ് മൂർത്തിസ്വാമിയും എൻ്റെ മേൽ ആരോപിച്ചിരിക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാൻ സമ്മതിക്കുന്നു. ഈ ഡൈവേഴ്സിന് ഞാൻ അർഹനാണ്. എനിക്ക് പൂർണ്ണ സമ്മതം. മൈലോഡ്, എന്റെ കക്ഷിക്കും ഈ ഡൈവോഴ്സിന് പരിപൂർണ്ണ സമ്മതമാണ്. സമ്മതമല്ല, എനിക്ക് സമ്മതമല്ല. അറിയാതെയാണെങ്കിലും എനിക്ക് കിട്ടിയ സൗഭാഗ്യം ഈ താലി. മരണം വരെ ഇതെന്റെ കഴുത്തിൽ ഇങ്ങനെ കിടക്കണം. അങ്ങയുടെ മനസ്സിൽ ഭാര്യ എന്ന സ്ഥാനം എനിക്ക് തന്നില്ലെങ്കിലും എന്നെ വെറുക്കരുത്. എന്നെയും തോൽപ്പിച്ചു കളഞ്ഞു ലക്ഷ്മണൻ. പക്ഷേ എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ വിജയിക്കുന്നത് ആദ്യമായിട്ട്. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ലക്ഷ്മണൻ ഫോർ യുവർ ഹാപ്പി മാരീഡ് ലൈഫ്. നിർത്ത് 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 നിർത്ത്, ഇവിടെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇതാടി നിന്റെ ചേട്ടന്റെ ലക്ഷ്മണ രേഖ. ഇത് താണ്ടിയാൽ ഏതവളുടെയും താലി അറ്റുപോകും. വാടി ഇവിടെ. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം നോയമ്പ് നോറ്റിരുന്നത്. ചേട്ടൻ അനിയത്തിയുടെ താലി അറുക്കുന്ന മനോഹരമായ കാഴ്ച ഈ കണ്ണുകൊണ്ട് തന്നെ എനിക്ക് കാണണം. വാടി. സർ, ഇന്ന് പവിത്രന്റെ ആക്സിഡന്റ് കേസാ വെച്ചിരിക്കുന്നത്. ലക്ഷ്മണ, നീ മറ്റവളെ താലി കെട്ടി ഇവളുടെ താലി മുറിക്ക്. എന്നിട്ട് പുന്നാരനിയത്തിക്ക് ഡിവോഴ്സ് വാങ്ങിക്കൊടുക്ക്. അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് സാധിച്ചു കൊടുക്കും. പക്ഷേ എനിക്കൊരാളോട് ചോദിക്കണം. ഹലോ, അനി, പുതിയൊരു കേസ് വന്നിട്ടുണ്ട്. കൈ കൊടുത്തോട്ടെ? ആ കൈ ഞാൻ വിട്ടു. എനിക്ക് തന്നെ വാക്ക് പറഞ്ഞോ? അയ്യോ ഇല്ലേ, ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എന്താ പോരെ? എന്റെ ഭാര്യാമണിക്ക് ഡൈവേഴ്സ് കേസ് ഏറ്റെടുക്കുന്ന ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ആ പണി അങ്ങ് നിർത്തി. ദേ നോക്ക്, അഡ്വക്കേറ്റ് ലക്ഷ്മണൻ ഫാമിലി കൺസൾട്ടന്റ്. ഇതെന്തോന്ന്, അച്ചാർ കമ്പനി പൂട്ടിയോ? ഇറങ്ങി. അപ്പൊ ചേർപ്പേ ഉള്ളു, പിരിപ്പില്ല. ഇല്ല. അത് ഇപ്പഴേ ഒരു കാര്യം ഓർത്ത്, വെട്ടിപ്പളക്ക പട്ടിക്ക് ചോറ് കൊടുത്താടി. പോയി കൊടുറി. അപ്പൊ ആളെ മുന്നാണ് വന്നത്. അതെ.